ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ പ്രതികരണങ്ങളാണ്. പോലീസിന് എഫ്ഐആർ പോലും ഇടാൻ കഴിയാതിരുന്ന കേസിൽ ഒരു തെളിവും കണ്ടെത്താനായില്ല എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് പാലക്കാട് എസ്പിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. തെളിവില്ലാത്ത സാഹചര്യത്തിൽ തുടർ നടപടി വേണ്ട എന്നും റിപ്പോർട്ടിലുണ്ട്. പാതിരാത്രി പാലക്കാട് KPM റീജൻസിയിലേക്ക് ഒരുമിച്ചെത്തിയ CPM BJP പ്രവർത്തകർ ഉണ്ടാക്കിയ സംഘർഷം, നീലപ്പെട്ടിയിൽ ഹവാല പണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടലിന് പിറകിലെ കോണി വഴി ഇറങ്ങിയെന്ന ആരോപണം, കോൺഗ്രസിലെ മുതിർന്ന വനിതാ നേതാക്കളുടെ മുറികളിൽ ചട്ടം ലംഘിച്ച് നടത്തിയ പരിശോധന, തെരഞ്ഞെടുപ്പിനൊടുവിൽ പാലക്കാട്ടെ ജനം രാഹുലിന് പെട്ടി നിറയെ കൊടുത്ത വോട്ട്, ഇതാണ് കേരളം കണ്ടത്. ഹാർഡ് ഡിസ്കും CCTVകളും എല്ലാം പരിശോധിച്ചും മൊഴികളെടുത്തും ഹവാല ആരോപണം കെട്ടിപ്പൂട്ടാമെന്ന് പോലീസ് പറയുമ്പോൾ പാർട്ടി ആരോപണം ഉറച്ചു പറഞ്ഞവരെ ഇപ്പോൾ കാണാനില്ല. പെട്ടി നാടകം പൊളിഞ്ഞു എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ലീഗ് പ്രതിനിധി PK നവാസ്, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവരാണ്. പറഞ്ഞതുപോലെ CPM പ്രതിനിധി വിഷയത്തിലില്ല. ഈ വിഷയം ശക്തമായി ഉന്നയിച്ച്, ആരോപണം ഉന്നയിച്ച് കേസ് എടുക്കണം എന്നാവശ്യപ്പെട്ട് പോലീസ് ഉടനെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എഫ്ഐആർ ഇട്ടില്ല എങ്കിലും അതിന്മേൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതികരിച്ച CPM ഇപ്പോൾ ഒരു തെളിവുമില്ല, കേസ് അടച്ചുപൂട്ടാം എന്ന് പറയുന്ന ഘട്ടത്തിൽ ചർച്ചയിൽ പ്രതികരിക്കാനില്ല. PK നവാസ്, ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിനെ എങ്ങനെ കാണും? സ്മൃതി, നിങ്ങളുടെ ഈ ചർച്ച ആരംഭിക്കുന്ന മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാറിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരുന്നു. അതിൻ്റെ അവസാനത്തെ മിനിറ്റുകളിൽ CPM പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ശ്രീ അരുൺ, അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. രാഷ്ട്രീയമായി ഒരാളെ വ്യക്തിഹത്യ ചെയ്ത് അദ്ദേഹത്തെ നിരന്തരമായി ആക്രമിച്ച് മുന്നോട്ട് പോകാനാണോ BJP ഉദ്ദേശിക്കുന്നത്? അതിലെന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണുള്ളത് എന്ന ചോദ്യം അവസാനിക്കുന്നിടത്താണ് ഡോക്ടർ അരുൺകുമാറിൻ്റെ ഡിബേറ്റ് അവസാനിച്ചത്. ഇപ്പോൾ സ്മൃതി ആരംഭിക്കുമ്പോൾ ചർച്ച മറ്റൊരു വിഷയത്തിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ CPMൻ്റെ പ്രതിനിധി അരുൺ ചോദിച്ച അതേ ചോദ്യമാണ് ചോദിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ രാഹുലിനെ എത്രമേൽ വലിയ അക്രമമാണ് രാഹുലിൻ്റെ പേരിലും അതുപോലെ തന്നെ ശ്രീ ഷാഫി പറമ്പിലിൻ്റെ പേരിലും ഇവർ തിരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയിരുന്നത്. വലിയ രൂപത്തിൽ അക്രമം നടത്തിയെന്ന് മാത്രമല്ല, അവർ യഥാർത്ഥത്തിൽ എന്തോ കൊള്ളസംഘമാണ് എന്ന് ചിത്രീകരിക്കുന്ന രൂപത്തിലേക്ക് വ്യാപകമായ പ്രചരണം തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തി. ഇതൊരു നീലപ്പെട്ടിയിൽ ആരംഭിക്കുന്നതോ ഒരു നീലപ്പെട്ടിയിൽ അവസാനിക്കുന്നതോ അല്ല. സ്മൃതി, കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലങ്ങളിൽ നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള നുണക്കഥകൾ കേട്ടിട്ടുണ്ട്. CPM എപ്പോഴും അതിന് നേതൃത്വം കൊടുത്തിട്ടുമുണ്ട്. നമുക്കറിയാം, വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? തൃക്കാക്കരയിലെ വീഡിയോ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? അഴീക്കോട്ടെ വർഗീയതയുടെ പാംപ്ലെറ്റുകൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? മലപ്പുറത്ത് വർഗീയമായ വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? അപ്പോൾ ഓരോ തിരഞ്ഞെടുപ്പ് സമയത്തും ജനങ്ങളെ കബളിപ്പിക്കാൻ, ജനാധിപത്യ രീതിയിലൊരു തിരഞ്ഞെടുപ്പ്, ആ ജനങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവരെ മറ്റെന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ വോട്ടുകൾ യഥാർത്ഥത്തിൽ തട്ടിയെടുക്കാനുള്ള ഒരു ഗൂഢശ്രമമാണ് ഈ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ CPM നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ ഇതോടെ അവസാനിക്കണം. കാഫിർ സ്ക്രീൻഷോട്ട് CPM വിട്ടു, അവരുടെ ആവശ്യം കഴിഞ്ഞു. തൃക്കാക്കരയിലെ വീഡിയോ, അതിൽ അന്വേഷണമൊന്നുമില്ല, CPM അത് ഉപേക്ഷിച്ചു. അഴീക്കോട്ടെ പാംപ്ലെറ്റിൻ്റെ കാര്യത്തിൽ അവരത് വിട്ടു, അവർ ഉപേക്ഷിച്ചു. മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പുണ്ടായ ഇത്തരം വിഷയങ്ങൾ അവർ ഉപേക്ഷിച്ചു. അപ്പോൾ ഓരോ തിരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരം ആയുധങ്ങളെ, വർഗീയമായ ഇത്തരം ആയുധങ്ങളെ അല്ലെങ്കിൽ അധാർമികമായ ഇത്തരം പ്രവർത്തനങ്ങളെ തൻ്റെ എതിരാളികൾക്ക് പേരിൽ ചാപ്പകുത്താൻ ശ്രമിക്കുകയും അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ താൻ ജയിച്ചാലും തോറ്റാലും അത് ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്ന ഒരു അധമത്ത രാഷ്ട്രീയത്തിൻ്റെ സമീപനം തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഇടത് ക്യാമ്പിൽ നിന്ന് നിരന്തരമായി ഉയരുന്നു. ഇത്തവണ വലിയ സങ്കടകരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇതൊരു പെട്ടിയിൽ പണമൊന്നുമില്ല, അതുകൊണ്ട് ഇത് കണ്ടെത്തിയിട്ടില്ല, അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പോരല്ലോ. ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, UDF ആവശ്യപ്പെടുന്നത്, ഇതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. പോലീസ് എത്തും മുൻപേ CPMൻ്റെ നേതാക്കന്മാർ, ശ്രീ MP DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ എത്തുന്നു. അതേ സമയത്ത് BJPയുടെ നേതാക്കന്മാരെത്തുന്നു. അവരൊരുമിച്ച് ആ ഹോട്ടലിന് മുമ്പിൽ തമ്പടിച്ച് നിൽക്കുന്നു. പിന്നീട് പോലീസ് എത്തുന്നു. അതിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറയുന്നു, 2 ദിവസം മുമ്പേ എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായ ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട്. ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാനിമോൾ ഉസ്മാനും പറയുന്നുണ്ട്. ഷാനിമോൾ ഉസ്മാന്റെ പരാതി ഒരു വനിതാ നേതാവ് എന്ന നിലയ്ക്ക്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ നടത്തിയ പരിശോധന എന്നുള്ളതാണ്, ചട്ടവിരുദ്ധമായി നടത്തിയ പരിശോധന. അതാണ് ഷാനിമോൾ ഉസ്മാന്റെ പരാതി. രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ മാനനഷ്ടത്തിലാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഈ ഗൂഢാലോചന ആരോപണവും പരാതിയും പോലീസിൽ പരാതിയായി നിങ്ങളുടെ ഭാഗത്തുനിന്ന് പോയിട്ടില്ല നവാസ്? തീർച്ചയായും അതിന് വരേണ്ടതാണ്.
അത് ഇനി അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ സ്വാഭാവികമായി ഇന്നിപ്പോൾ ശ്രീ വി ഡി സതീശനും രാഹുലും ഒക്കെ വളരെ കൃത്യമായി അത് പറഞ്ഞല്ലോ. ഞങ്ങൾ ഈ കേസ് ഉപേക്ഷിക്കുന്നില്ല, പെട്ടി പൂട്ടി വെച്ച് പോകാമെന്ന് UDF ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇതിൻ്റെ എല്ലാ നിയമസാധുതയും പരിശോധിക്കും. കേരളത്തിലെ ജനങ്ങളെ നിരന്തരമായി തെരഞ്ഞെടുപ്പ് സമയത്ത് കബളിപ്പിക്കാൻ കഴിയുമെന്ന CPMന്റെ ചിന്തകൾക്കേറ്റ തിരിച്ചടിയാണ് ഏറ്റവും അവസാനം ഈ പെട്ടി വിവാദത്തിൽ എത്തി നിൽക്കുന്നത്. അതിൻ്റെ തുടർന്നുള്ള ഗൂഢാലോചന ഉൾപ്പെടെ പരിശോധിക്കപ്പെടണം, അതിൽ അന്വേഷണം ഉണ്ടാകണം, അതിൽ നടപടി ഉണ്ടാകണം എന്ന് UDF ആവശ്യപ്പെടുന്നുണ്ട്. അതിന് കൃത്യമായ നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ശരി, ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ഇപ്പോൾ ഈ ആരോപണം പൊളിഞ്ഞു. അതായത് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് മാത്രമായി കണ്ടെത്തുന്ന ഒരു ആരോപണം, അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ അതിങ്ങനെ ചർച്ചയാക്കി വെക്കുക, അതിലേക്ക് മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മുഴുവൻ മാധ്യമ ശ്രദ്ധയും അതിലേക്ക് കൊണ്ടുവരിക, അത് കഴിഞ്ഞാൽ അതങ്ങ് വിട്ടു. ഇതാണോ മനസ്സിലാക്കേണ്ടത്? ഇതൊരു തുടർച്ചയാകുന്നുണ്ട്. തൃക്കാക്കരയിൽ കണ്ടു, വടകരയിൽ കണ്ടു, ഇപ്പോഴിതാ പാലക്കാടും. KPM റിജൻസി പാലക്കാട് എന്ന ഹോട്ടലിലാണ് ഈ സംഭവം നടന്നതായി പറയുന്നത്. അവിടെ 25 മുറികളിൽ UDFന്റെയും LDFന്റെയും നേതാക്കന്മാരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ നേതാക്കന്മാർ അവിടെ വന്നു പോകുന്നുണ്ടായിരുന്നു, K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ. ഇപ്പോഴും നിങ്ങൾ തന്നെ വിട്ടുകൊണ്ടിരിക്കുന്ന ക്ലിപ്പിംഗ്സിൽ കാണിക്കുന്നുണ്ട്, ഒരു സംശയാസ്പദമായ രീതിയിൽ ഒരു ബാഗ് പോകുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ഏതൊരു മുന്നണിയായാലും സംശയാസ്പദമായ ചില സാഹചര്യങ്ങൾ ചിലത് കണ്ടാൽ ആക്ഷേപം ഉന്നയിക്കും. അവിടെയും ഇടതുപക്ഷം ഉന്നയിച്ചതും CPMന്റെ ജില്ലാ കമ്മിറ്റി ഉന്നയിച്ചതും സംശയാസ്പദമായ രീതിയിൽ ഒരു സംശയാസ്പദമായ എന്താണ് കണ്ടത് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ? പോലീസിന് കണ്ടെത്താൻ പറ്റാത്തത്, ഒരു FIR പോലും ഇടാൻ പറ്റാത്ത വിഷയത്തിൽ ഇപ്പോഴും സംശയാസ്പദമായ എന്തോ ഉണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? എല്ലാവരും പെട്ടിയായിട്ടല്ലേ താമസിക്കാൻ വരിക? അല്ല, ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ഒരു പെട്ടിയുമായിട്ടുള്ള ഒരു പോകാൻ ഇപ്പോഴും നിങ്ങളുടെ ക്ലിപ്പിംഗ്സിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിപ്പിംഗ്സിൽ പോകുന്ന പെട്ടിക്ക് എന്താണ് ഭാരം കൂടുതൽ താങ്കൾക്ക് അനുഭവപ്പെടുന്നത്? അല്ല, LDF ഉന്നയിച്ചത് ഒരു സംശയമാണ്, അത് സ്ഥിരീകരിച്ച ഒരു സംശയമല്ല. അല്ലല്ല, സംശയമല്ല, അത് കൃത്യമായ ആരോപണം തന്നെയാണ്. ഹവാല പണം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു. അല്ല, ആരോപണം എന്ന് പറയുമ്പോൾ സംശയങ്ങളിൽ നിന്നാണ് ആരോപണം ഉണ്ടാകുന്നത്. ആ സംശയാധിഷ്ഠിതമായിട്ട് ആരോപണം ഉണ്ടായപ്പോൾ ആരോപണം ഉന്നയിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ കള്ളത്തരം കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥിരം കോൺഗ്രസും BJPയും പറയുന്നത് പോലെ തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണിയും CPM ഭരിക്കുമ്പോൾ ആ അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് വേണമെങ്കിൽ ഒരു FIR ഇടാം, വേണമെങ്കിൽ ആരെങ്കിലും പ്രതിയാക്കി കേസ് FIR ഇടിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ ഒരു തുമ്പും കിട്ടണ്ടേ? എന്തെങ്കിലും ഒന്ന് കിട്ടിയാലല്ലേ FIR ഇടാൻ പറ്റുക? സ്മൃതി, ഒരു FIR ഇട്ട് ഒരു കേസ് എടുക്കുന്നതിന് ഒരു തുമ്പും കിട്ടണമെന്നില്ല. അതെങ്ങനെയാണത്? ഷാനിമോൾ ഉസ്മാന്റെ മുറിയിൽ പരിശോധന നടത്തി, ബിന്ദു കൃഷ്ണയുടെ മുറിയിൽ പരിശോധന നടത്തി, ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി കൊടുക്കേണ്ടി വന്നിട്ട് പിന്നെ എങ്ങനെയാണ് FIR ഇടുന്നത്? ഇല്ല, അത് ഒരു FIR ഇടുന്നത് ഒരു എവിഡൻസും വേണമെന്നില്ല. എന്നിട്ട് എന്താ ഇടാത്തത്? അവിടെ നടന്ന സംഘർഷത്തിന്റെ കൂട്ടത്തിൽ അങ്ങ് അന്വേഷിച്ചാൽ മതി എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറിയാണ്. അതെന്താ അങ്ങനെ? അത്ര ബലത്തിലുള്ള തെളിവുണ്ടെങ്കിൽ അതിന് കൂടെ അങ്ങ് അന്വേഷിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അല്ല, ഞങ്ങൾക്കൊരു തെറ്റായ ഇന്റൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കള്ളക്കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാമായിരുന്നു. ആ തെറ്റായ ഇന്റൻഷൻ അങ്ങനെയൊക്കെയുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അല്ല, ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്തതും ആ കേസിനെ കുറിച്ച് ക്രൈംബ്രാഞ്ച് FIR എടുക്കാതിരിക്കുന്നു. സ്മൃതി ആലോചിക്കുന്നുണ്ടോ? AK ഒരു ഫോൺ കാർഡ് വന്നാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വേണ്ട FIR എടുത്തില്ലേ? ആരെങ്കിലും 4 പേരെ പ്രതിയെ കേസ് എടുക്കത്തില്ലേ? അങ്ങനെ രാഷ്ട്രീയ ഇടപെടൽ. ബലദേവ് സച്ചിദാനന്ദൻ, അവിടെ നടന്ന തിരച്ചിലടക്കം, അവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ വന്നതടക്കം നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ കഴിയലാണ് നടന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞതാണ് അവിടെ നടപ്പാക്കിയത് അല്ലേ? അല്ലല്ല, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരില്ലാതെ അവിടെ എത്തുന്നു. എന്നിട്ട് അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ACP എന്താണ് പറഞ്ഞത്? ACP പറഞ്ഞു റുട്ടീൻ തിരച്ചിലാണ്, റുട്ടീൻ പരിശോധനയാണ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവിടേക്ക് എത്തുന്ന SP പറയുന്നു അങ്ങനെയല്ല, കൃത്യമായ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന്. പിന്നീട് ആ വിവരം എന്താണെന്നൊന്നും മനസ്സിലാക്കാനാകുന്നില്ല. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാരുമില്ല. എന്നിട്ട് പിന്നെ കളക്ടറെ വിളിച്ചു ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഈ പോലീസ് പറയുമ്പോഴാണെന്ന്. എന്നിട്ട് എല്ലാ പരിശോധനയും കഴിഞ്ഞ് അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വരുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? അവിടുത്തെ ഹാർഡ് ഡിസ്ക് പരിശോധിച്ചു, ഹാർഡ് ഡിസ്ക് പിടിച്ചെടുത്തു, 22 CCTVകൾ പരിശോധിച്ചു അല്ലേ? വനിതാ നേതാക്കളുടെ, പ്രധാനപ്പെട്ട മുതിർന്ന വനിതാ നേതാക്കളുടെ മുറികളിലേക്ക് കടന്നു കയറി പരിശോധന നടത്തുന്നത് എങ്ങനെയാണ്? എല്ലാ മാധ്യമങ്ങളുടെയും ക്യാമറയൊക്കെ കാണുന്ന വിധത്തിൽ പെട്ടിയൊക്കെ വലിച്ച് തുണികൾ പുറത്തേക്കിട്ട്, അടിവസ്ത്രമടക്കം പുറത്തേക്കിട്ട് പരിശോധിക്കുകയായിരുന്നില്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? സ്മൃതി, ഞാൻ പറഞ്ഞോട്ടെ, വേണമെങ്കിൽ സ്മൃതിക്ക് ഏതെങ്കിലും ചില പോലീസ് സ്വമേധ എടുക്കുന്ന കേസിന്റെ കുറ്റപത്രം ഞാൻ അയച്ചുതരാം. ആ പോലീസ് എഴുതാണെന്നറിയാം. ഞങ്ങൾക്ക് അറിവ് കിട്ടി, അന്വേഷിച്ചു. ഞങ്ങൾ വക്കീലന്മാർ കൊണ്ടുപോയി ചോദിക്കും നിങ്ങൾക്ക് എവിടുന്ന് അറിവ് കിട്ടി? ആ അറിവ് അവർ ഡിസ്ക്ലോസ് ചെയ്യാറില്ല. പല കേസുകളിലും പോലീസിന്റെ ഇൻഫർമേഷൻ കിട്ടുന്നു,
പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും. അത് അവർ കുറ്റപത്രത്തിൽ എഴുതും. ഇത്രാം തീയതി രാത്രി ഞങ്ങൾക്ക് അറിവ് കിട്ടി. അറിവ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ പറയുന്നില്ല. പല കേസുകളും ഇങ്ങനെ രഹസ്യമായിട്ട് പണം കൊണ്ടുപോകുന്നത്, ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത്, ഇതൊന്നും അതിന്റെ ഐഡന്റിറ്റി അവർ ഒരിക്കലും അത് പ്രൂവ് ചെയ്യാറില്ല. ആരാണ് ഇത് ഞങ്ങളെ അറിയിച്ച് ഡിസ്ക്ലോസ് ചെയ്യരുതെന്നാണ് നിയമത്തിലെ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെയും പോലീസ് പറഞ്ഞു ശരിയാണ്. SP പറഞ്ഞു എന്താ, ഞങ്ങൾക്ക് വ്യക്തമായ അറിവ് ലഭിച്ചു, ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ റെയ്ഡ് നടത്തുന്നു. ഒരുപക്ഷെ ആ അറിവ് തെറ്റായിരിക്കാം. തങ്ങളുടെ വാചകങ്ങളിൽ വ്യത്യാസമുണ്ട്. പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആയിക്കോട്ടെ, പരാതി ആയിക്കോട്ടെ, പരാതി ഇങ്ങനെയുള്ള പരാതികൾ ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല. ഇങ്ങനെയുള്ള രഹസ്യമായ പരാതിയിൽ ഒരുമിച്ച് CPM BJP പ്രവർത്തകർ ഒരുമിച്ച് അവിടെ ആ ഹോട്ടലിന് മുന്നിലേക്ക് എത്തുകയാണ് അല്ലേ? തീർച്ചയായിട്ടും അവർക്ക് BJP-കാർക്ക് അറിവ് കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ അവിടെ പണം കൊണ്ടുവരുന്നു, അവർക്ക് സംശയം തോന്നി. ഇവിടെ ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണ്. ഇലക്ഷൻ സമയത്ത് ചില കാറുകൾ വരുമ്പോൾ, ചില ബാഗുകൾ പോകുമ്പോൾ ഞങ്ങൾ കാർ തടഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ ആ കേസിൽ പ്രതിയായിട്ടുണ്ട്. സംശയാസ്പദമായിട്ട് കാർ തടഞ്ഞ് പോലീസ് കേസെടുത്ത് അവസാനം അന്വേഷിക്കുമ്പോൾ കാറിനകത്തൊന്നുമില്ല. ചിലപ്പോൾ വ്യാജമദ്യം കടത്തിക്കൊണ്ട് പോകാറുണ്ട്, വ്യാജമായിട്ട് കറൻസി. നമുക്കറിയാമല്ലോ, തെരഞ്ഞെടുപ്പിന് കോടിക്കണക്കിന് രൂപ കണക്കില്ലാതെ പല തെരഞ്ഞെടുപ്പുകൾക്കും ഇലക്ഷൻ ഉദ്യോഗസ്ഥരും മറ്റു ഉദ്യോഗസ്ഥരും പിടിക്കാറുണ്ട്. ഇതെങ്ങനെ കൊണ്ടുവരുന്ന, ഇലക്ഷന് വേണ്ടി കൊണ്ടുവരുന്നതാണ്. ഇപ്പോഴും നമുക്കറിയാം റീസെന്റ് ഇലക്ഷനിൽ സച്ചിദാനന്ദൻ ഈ ആരോപണങ്ങൾക്ക് പാലക്കാട് ജനത മറുപടി നൽകി കഴിഞ്ഞതാണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കണം. അതുകൊണ്ടായിരിക്കണം ഇന്ന് ഈ വിഷയത്തിൽ CPM പ്രതിനിധികൾ ചർച്ചയ്ക്ക് വരാത്തത്. താങ്കൾ ഇത്രത്തോളം ആർജവത്തോടുകൂടി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് അങ്ങനെ പറയാൻ CPM നേതാക്കൾക്ക് കഴിയുന്നില്ല. പെട്ടി വലിച്ചെറിയൂ എന്ന് പറഞ്ഞത് NN കൃഷ്ണദാസാണ്. അപ്പോൾ ഞാൻ പറയുന്നതാണ് യഥാർത്ഥ നിലപാടെന്ന് ആവർത്തിച്ചു പറഞ്ഞത് MV ഗോവിന്ദനാണ്. അതിനൊടുവിൽ സംഭവിച്ചതാണ് തെരഞ്ഞെടുപ്പ് ഫലം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ടൊന്ന് പറഞ്ഞിട്ട് ഞാൻ വരാം. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരു കാര്യം, കഴിഞ്ഞത് 2021 തെരഞ്ഞെടുപ്പിൽ 1,41,500 ചൊല്ലാണ് വോട്ട് പോൾ ചെയ്തു. ഇപ്രാവശ്യം പോൾ ചെയ്ത് 1,25,000 വോട്ടാ. അന്ന് ഞങ്ങൾക്ക് കിട്ടിയത് 36,000 വോട്ടായിരുന്നു. ഇപ്പോൾ 37,000 വോട്ടുണ്ട്. 8 വർഷമായിട്ട് ആന്റി ഇൻകംബൻസ് നിലനിൽക്കുമ്പോൾ ഞങ്ങൾക്ക് 1000 വോട്ട് കൂടി. കോൺഗ്രസിലൂടെ കൂടിയത് 54,000 58,000 BJP-ക്ക് 11,000 വോട്ടോടെ കുറഞ്ഞു. ഇപ്പൊ BJP കോൺഗ്രസ് ബാന്ധവമാണ്. BJP-യുടെ വോട്ടാണ് കോൺഗ്രസിലേക്ക് പോയത്, ഞങ്ങളുടെ വോട്ടല്ല. ഞങ്ങൾക്ക് 1000 വോട്ട് കൂടുകയാണ് ചെയ്തത്. ആന്റി ഇൻകംബൻസി വരുമ്പോൾ എന്താ സ്മൃതി സംഭവിക്കേണ്ടത്? ഞങ്ങളുടെ വോട്ട് കുറയണം, കണക്ക് പഠിക്കണം. 1,40,000 വോട്ട് 2021 പോൾ ചെയ്തപ്പോൾ ഇപ്പോൾ ഈ പെട്ടി നീല ട്രോളി കൊണ്ടുവന്നതുകൊണ്ട് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. 800 ചില്ലാനും വോട്ട് കൂടിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് സച്ചിദ്, പിന്നെ അദ്ദേഹത്തോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹത്തോട് എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് ബലദേവ് സച്ചിദാനന്ദോട് ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ CPM ഡിഫൻസ് ഒരു ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു ചാനൽ ഡിസ്കഷൻ്റെ ഫ്രെയിമിൽ നിന്ന് CPM ഡിഫൻസിലായ ഒരു വിഷയത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കഴിയും, മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നമ്മൾ സ്ഥിരമായി കാണുന്നൊരു കാര്യമാണ്, ചാനൽ ചർച്ചയിൽ DYFIയുടെ CPM-യുടെ നേതാക്കന്മാരൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനം വെച്ച് പറയാൻ, അവർ ഡിഫൻസിലാവുന്ന ഒരു മാറ്ററിൽ രാഷ്ട്രീയ നിരീക്ഷകന്മാരാണ് ഉണ്ടാവുക. പക്ഷേ ഈ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് CPM മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ നിലപാടാണ്. തങ്ങൾ പ്രതിരോധത്തിലാവുന്ന വിഷയങ്ങളിൽ വിടില്ല. അല്ല, സ്മൃതിക്ക് എന്നോട് വിയോജിക്കാം. ഞാൻ നിങ്ങളുടെ വിയോജിപ്പിന്റെ വാദത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നു, ഈ വിഷയത്തിൽ CPM പ്രതിരോധത്തിലാണ് എന്നെ വാദത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഈ വിഷയത്തിൽ CPM പ്രതിരോധത്തിലാണ്. അവരെ അതിന് ഒരു ചർച്ച പോലും ചെയ്യാൻ കഴിയാത്ത അത്രയും എന്താ പറയുക, നാണം കെട്ട് കേരള സമൂഹത്തിന് മുമ്പ് നിൽക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് 800 ചില്ലാനം വോട്ട് 8 വർഷം കൊണ്ട് ഞങ്ങൾക്ക് കൂടി. ഇത് മലയാളി കേൾക്കുന്നുണ്ട്. ഇത് മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ. ഈ പറയുന്ന പാലക്കാട് തിരഞ്ഞെടുപ്പിൽ CPM-ന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ 3-ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും ഈ പറയുന്ന രൂപത്തിലേക്കുള്ള എല്ലാ കള്ളപ്രചരണങ്ങളും ഈ തരത്തിലുള്ള എല്ലാ ആയുധങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടും ഞങ്ങൾ തോറ്റിട്ടില്ല, ഇപ്പോഴും ഞങ്ങൾ ജയിക്കുകയാണ് എന്ന് പറയാൻ ഒരു ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന രീതിയിൽ അങ്ങ് ഇവിടെ വന്ന് പറയുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു നാണക്കേടാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. പക്ഷേ വളരെ ഗൗരവമായൊരു ചോദ്യം ബലദേവ് സച്ചിദാനന്ദനോട് ഞാൻ ചോദിക്കുന്നത്, അങ്ങ് നിരന്തരമായി ആവർത്തിച്ച് പറയുന്നു പോലീസിന് സ്വമേധയാൽ FIR ഇടാമായിരുന്നു, സംശയാസ്പദമായ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട് എന്ന്. ആ ലോഡ്ജിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ ശരിവെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, എന്താ സംശയാസ്പദമായി അവിടെ നടന്നത്? ഒരാൾ ലഗേജുമായി കയറി വരുന്നു, ഇതിലെന്താ സംശയാസ്പദം? നമ്മളൊക്കെ ഹോട്ടലിലേക്ക് പോകാറുള്ളത് അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾക്ക് സംശയിക്കാൻ തക്കത്തിൽ എന്ത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, ആ വീഡിയോയിലെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അങ്ങേക്ക് സംശയിക്കാവുന്ന എന്ത് കാര്യമുള്ളത്? ഇങ്ങനെ വന്ന് ഒരു ചാനൽ മുറിയിൽ വന്നിരുന്ന് പച്ച കള്ളം പറഞ്ഞു, ഈ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ മാത്രം പറഞ്ഞ് നുണക്കഥകൾക്ക് മുമ്പിലാണ് നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് മുഴുവൻ പൊളിച്ചടിക്കുക തിരഞ്ഞെടുപ്പാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ്. ജനങ്ങൾ പെട്ടി നിറയെ UDF-ന് വോട്ട് നൽകി നിങ്ങളെ നിരാകരിച്ച ഒരു തിരഞ്ഞെടുപ്പാണ്. എന്നിട്ടും ചാനൽ ചർച്ച വന്നിരുന്ന് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ എന്തോ ഒരു ഭീകരമായ കാര്യം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്രേക്ഷകർ മുഴുവൻ മണ്ടന്മാരാണ് എന്നാണോ അങ്ങ് പറയുന്നത്? ഞാൻ ഉൾപ്പെടെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇതിലെന്ത് അസ്വാഭാവികതയാണുള്ളത്? ഒരു ഹോട്ടലിലേക്ക് ഞാനോ നിങ്ങളോ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും കടന്നു പോകുന്ന
സമയത്ത് ലഗേജുമായി പോവും, കൂടെയുള്ളവർ ലഗേജ് പിടിക്കും. അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായി ഉണ്ടായതല്ല ഈ കേസുകളും ഈ പറയുന്ന ആരോപണങ്ങളും. പിന്നെ താങ്കൾ പറയുന്നു ഒരേ സമയത്ത് SP ഒരു വിവരം കിട്ടി, അതേ സമയത്ത് BJP ക്യാമ്പിൽ വിവരം കിട്ടി, അതേ സമയത്ത് ഒരു CPM ക്യാമ്പിൽ വിവരം കിട്ടി. അപ്പോൾ വിവരം കിട്ടിയപ്പോൾ CPM വന്നു, അറിയാതെയാണ് BJP വന്നത്. ഞങ്ങൾ വന്ന് നിൽക്കുമ്പോൾ SP വണ്ടി നേരം വൈകിയതുകൊണ്ട് പോലീസ് നേരെ വൈകി വന്നു. ആരോടാണ് ശ്രീ ഭാരതി സച്ചിദാനന്ദൻ നിങ്ങൾ ഈ കളവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്ര കാലം നിങ്ങൾക്ക് ഈ കളവ് കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ പറ്റിക്കാൻ വേണ്ടി കഴിയും? സ്മൃതി, ഒരു കാര്യം കൂടി പറയാൻ അവസാനിപ്പിച്ചോട്ടെ. ഈ തിരഞ്ഞെടുപ്പ് സമയത്താണ് മുനമ്പം വിഷയം കത്തി നിന്നത്. ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടു മുനമ്പം വിഷയത്തിൽ ഗവൺമെൻറ് ഇടപെടൽ ഉണ്ടാകണം, നിരന്തരമായി ആവശ്യപ്പെട്ടു. നോക്കൂ, നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ട് പിറ്റേ ദിവസം അടിയന്തരമായ ഒരു ഓൺലൈൻ മീറ്റിംഗ് മുഖ്യമന്ത്രി വിളിക്കാൻ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ അല്ല ഉദ്യോഗസ്ഥന്മാരുടെ ഓൺലൈൻ മീറ്റിംഗ്. എന്താ തിരഞ്ഞെടുപ്പ് വരെ അത് വിളിക്കാതിരുന്നത്? നിങ്ങളെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് പറയുന്നതിന് എന്ത് അധമത്വത്തോടും കോംപ്രമൈസ് ചെയ്യാൻ CPM തയ്യാറാകുന്നു, ഇടതുപക്ഷം തയ്യാറാകുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മലയാളിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. എനിക്ക് തിരഞ്ഞെടുപ്പിലുള്ള ഒരു ആശ്വാസം, ഒരു UDFൻ്റെ പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്കുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരു മാറ്റവും ഈ പാർട്ടിക്ക് വരാനില്ല. കാരണം അതിൻ്റെ പുതിയ തലമുറ MP രാജേഷ് മുതൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി വരെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്തൊരു തിരഞ്ഞെടുപ്പിൽ ഇതേ മണ്ടത്തരം എന്താണോ തങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ കേരളീയ സമൂഹത്തിന് മുമ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ പൊളിച്ചു നാറുന്ന രൂപത്തിലേക്ക് നാടകങ്ങൾ ഉണ്ടാക്കിയത്, അതേ നാടകത്തിൻ്റെ തുടർക്കഥയിലും ഒരു പുതിയ തലമുറ വരുന്നു. നിരാശയോടൊപ്പം എനിക്കൊരു ആശ്വാസമുണ്ട്. ഇങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഞങ്ങൾ വളരെ കംഫർട്ടബിളായി കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇത്രയേറെ നാണം കെട്ട രൂപത്തിലേക്ക് ഒരു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ട് അത് ന്യായീകരിക്കാൻ ഇവിടെ വന്നിരിക്കാൻ താങ്കൾക്ക് കഴിയുന്നു, ഈ വീഡിയോ നോക്കിയിട്ട് അങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് പറയുന്നത് അത്ഭുതപ്പെടുന്ന ഒന്നാണ്. ചർച്ചയിലേക്ക് ശ്രീ ദാമോദർ പ്രസാദ്, തൃക്കാക്കരയിൽ പ്രതിപക്ഷ നേതാവ് അശ്ലീല വീഡിയോ നിർമ്മിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം. വടകരയിലെത്തിയപ്പോൾ അത് കാഫിർ സ്ക്രീൻ ഷോട്ടായി. ഇപ്പോൾ ഇത് പാലക്കാട് പെട്ടിയായിരുന്നു. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുക, അത് സജീവമായ തെരഞ്ഞെടുപ്പ് കാലത്ത് നിലനിർത്തുക, പിന്നീട് അത് വലിച്ചെറിയുക, അതാണ് ഇപ്പോൾ പാലക്കാട് കണ്ടിരിക്കുന്നത്. ശ്രീ ദാമോദർ പ്രസാദ്, കേൾക്കാമോ? അവസാനം പറഞ്ഞു കേട്ടില്ല സ്മൃതി, ഇപ്പൊ കേട്ടു. ഞാൻ പറഞ്ഞത് അല്ലല്ല, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അത് സ്ഥാനാർത്ഥിയുടെ അശ്ലീല വീഡിയോ പ്രതിപക്ഷ നേതാവ് നിർമ്മിച്ചു എന്ന ആരോപണമായിരുന്നു. വടകരയിൽ കാഫി സ്ക്രീൻഷോട്ട് വിവാദമായിരുന്നു. ഇപ്പോഴിതാ പെട്ടി വിവാദം. അപ്പോൾ ഓരോ ഘട്ടങ്ങളിൽ ഓരോ വിവാദങ്ങൾ കൊണ്ടുവരികയും പൂർണ്ണമായും ചർച്ച അതിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയും ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ഉണ്ട്. പക്ഷെ പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം അത് പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അതാണോ ഇപ്പോൾ പാലക്കാടും കണ്ടിരിക്കുന്നത്? സ്മൃതി ഓർക്കണേ, 2019 നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കോഴിക്കോട്, ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന കോഴിക്കോട് നിന്ന് MK രാഘവനെതിരെ അന്ന് AB ജയരാജനെതിരെ മത്സരിക്കുന്നുണ്ട്. MK രാഘവനെതിരെ ആ സമയത്ത് എന്തോ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് എന്തൊരു സംഭവം ആ സമയത്ത് കൊണ്ടുവന്നിരുന്നു. അതും വലിയൊരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് വരികയും പിന്നീട് അത് ചീറ്റി പോവുകയും ചെയ്തു. MK രാഘവൻ നല്ല രീതിയിൽ ജയിക്കുകയും ചെയ്തു. ഇത് കോഴിക്കോട് 2019 തെരഞ്ഞെടുപ്പിലാണ് എൻ്റെ ഓർമ്മ. കാലങ്ങളായിട്ട് ഒരു തന്ത്രം പയറ്റുണ്ട്. അതെ. അപ്പോൾ അത് കുറേ കാലങ്ങളായിട്ട് ഇത്ര ഒരു തന്ത്രം പയറ്റുന്നുണ്ട്. കാര്യം തോൽക്കും ഏതാണ്ട് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ഇലക്ഷൻ സ്റ്റണ്ട് ഉണ്ടാക്കുക എന്നുള്ളത്. ഇതിൽ തമാശ എന്ന് പറയുന്നത് മധ്യവയസ്സിലേക്ക് കിടക്കുന്ന യുവ നേതാക്കളായ MP രാജേഷും A റഹീമൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നേതൃത്വം കൊടുത്തത്. പക്ഷേ ഇതിനെ ആ സമയത്ത് തന്നെ നിരാകരിച്ചത് CPM തന്നെ വളരെ മുതിർന്ന നേതാക്കളായിട്ടുള്ള കൃഷ്ണദാസ് പരസ്യമായിട്ട് തന്നെ വന്ന് അത് അല്ല രാഷ്ട്രീയ വീക്ഷണം. അപ്പോൾ ഇതിൽ രണ്ട് വീക്ഷണം കാണാൻ പറ്റും. അതാണ് എനിക്ക് ശ്രദ്ധയായി തോന്നിയത്. 800 വോട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെ അവിടെ നിൽക്കട്ടെ. അതുപോലെ അദ്ദേഹം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും ലോക്സഭയിലും കുറച്ചധികം വോട്ട് സുനിൽകുമാർ നേടിയെന്നും പറയുന്നത് കേട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതൊക്കെ ആ കണക്കുകളൊക്കെ വളരെ വ്യക്തമാണ്, കണക്ക് പഠിക്കുകയും ചെയ്യാം. പക്ഷേ കണക്ക് പഠിച്ചിട്ട് നമ്മുടെ ആ തോൽവിയുടെ ആഘാതം ഉള്ളിലുണ്ടാവുമെന്ന് വിചാരിക്കും ഞാൻ. പക്ഷേ ഇവിടെ തമാശ എന്ന് പറയുന്നത് ഇപ്പോൾ യുവ നേതാക്കളാണ് ഇതിൽ പ്രധാനപ്പെട്ട ഇത് കൊണ്ടുവന്നത്. അപ്പം നമ്മൾ കാണുന്നൊരു ട്രെൻഡ് എന്താ വെച്ചത്, അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും കാണുന്നത് കാഫിറിൻ്റെ സ്ഥലത്തും കാണുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് അതിൽ ഈ സ്ക്രീൻഷോട്ട് നിർമ്മിക്കാനും അതിൻ്റെ അകത്ത് പ്രവർത്തിക്കാനൊക്കെ വരുന്നത്. ഇവരുടെയൊക്കെ രാഷ്ട്രീയ ഒരു വിദ്യാഭ്യാസം എന്താണ്? ഇവർ ഏത് തരത്തിൽ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നു? അതേസമയം വലിയ ബുദ്ധിജീവികളെ പോലെ തന്നെ വലിയ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ബോധം എന്താണ്? അതിൻ്റെ പരിതാപരാവസ്ഥ. കാര്യം മുതിർന്ന നേതാക്കൾക്ക് ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാനും തിരിച്ചറിയാനും പറ്റുമ്പോൾ ഇവർക്ക് എന്തുകൊണ്ടത് പറ്റുന്നില്ല? അപ്പോൾ ഇവർ ആ ദിവസം ദൃശ്യങ്ങളൊക്കെ ഓർത്ത് നമുക്ക് കാണാൻ പറ്റും. വൈകാരിക പ്രകടനം,
അതിനെക്കുറിച്ചുള്ള പിന്നീട് CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇലക്ഷനിൽ പൈസ വരുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഇപ്പോഴും സംശയാസ്പദമാണ്. ഞാൻ അതിലൊന്നും നമുക്ക് പല ഇപ്പോൾ നമുക്ക് ഇവിടെ തൃശ്ശൂർ കൊടകര പ്രശ്നം നമുക്കറിയാം. ഇലക്ഷനിലൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ പലതരത്തിലും പൈസ ഇറക്കുന്നുണ്ടാവും, വിന്യസിക്കുന്നുണ്ടാവും. അതൊക്കെ പ്രത്യേകം അന്വേഷിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത, ഒരു ഇലക്ഷൻ സ്റ്റണ്ട് നിലയ്ക്കാണ് ഇത് വന്നത്. ഇപ്പോൾ ഇതിൽ ആരോ പറഞ്ഞു ഈ CPM വിവരം മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടാവും, അതുപോലെ BJPക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ഒരുപക്ഷെ കോൺഗ്രസിനും ഇതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കുന്ന സംവിധാനം ഉണ്ടാവും. ഏത് ഞാൻ പറയുന്നത്, ഇത് അറിയുന്ന ആൾക്കാരിൽ തന്നെ വേറെ ആൾക്കാർ ചില പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡീലുകളും പരസ്പരം പറയുക, കാര്യം ആരും മേൽക്കൈ നേടണമെന്നുള്ളതൊക്കെ അങ്ങനത്തെ പലതുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ഇലക്ഷൻ സ്റ്റണ്ടുകളിലൂടെ സത്യത്തിൽ സംഭവിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയിൽ നിന്ന് മറ്റു സ്ഥലത്ത് നിന്ന് ചാടിച്ചു കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. പ്രത്യേകിച്ച് യാതൊന്നും പറയാനില്ല. ഒരു പുതിയ കാര്യം, ഭരണത്തിന് നേട്ടം പോലും പറയാനില്ല. കാര്യം ആൻറ്റി ഇൻകൻബൻസി വളരെ ശരിയാണ്. കാര്യം ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടായിരുന്നുള്ള വസ്തുതയാണ്. ചേലക്കര ഇല്ല എന്നൊക്കെ പറഞ്ഞാലും അതൊരു 2 ടൈം ഭരിക്കുന്ന ഗവൺമെൻറ്റിന് സ്വഭാവമായിട്ട് ഉണ്ടാകുന്ന കാര്യം. അതിന് പുറമേയുള്ള പല പ്രശ്നങ്ങളും നിലനിന്നിരുന്നു. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഇത്രയും സംഭവം നിൽക്കുന്ന സമയത്ത് ഒരു നേട്ടം പറയാനോ അതനുസരിച്ച് പുതിയ രാഷ്ട്രീയം കൊണ്ടുപോകാനോ ഒന്നും പറ്റാത്ത വിധത്തിൽ ഒരു ഇടതുപക്ഷം ഇത് എന്താ പറയുക, BJPക്കെതിരെ ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ലോക്സഭയിൽ CAA പ്രശ്നം കൊണ്ടുവന്നിരുന്നു. എത്ര വിഷയങ്ങൾ ഇടതുപക്ഷം ഉന്നയിച്ചു കൊണ്ടുവന്നു. അങ്ങനെ വിഷയം പാലക്കാട് പെട്ടെന്ന് അപ്രസക്തമായി പോയോ? പാലക്കാട്ട് യാതൊരു പ്രാധാന്യമില്ലാതെ പോയതോ? അപ്പോൾ കൃഷ്ണദാസ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ അവിടുത്തെ മുനിസിപ്പാലിറ്റി പ്രശ്നം, ഇവിടുത്തെ വികസന പ്രശ്നം പറയുക, അങ്ങനെ BJPയെ സംബന്ധിച്ചും BJP എതിർക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അജണ്ട. 2ാം സ്ഥാനത്തെങ്കിലും വരാൻ പറ്റുമെന്നല്ലാണ് കൃഷ്ണദാസിൻ്റെ ആ സമയത്തിൻ്റെ പ്രത്യാശ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അതുപോലെ പറ്റാത്തതിൽ ഇത്തരം ഈ ചപലമായിട്ടുള്ള യുക്തികൾ വെച്ചുകൊണ്ട് ഈ പൊളപ്പ് കാണിച്ചുകൊണ്ട് എന്നിട്ട് എന്താണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താ? ആ ദിവസം കുറേ ഇതിൻ്റെ തമാശ തന്നെ ഈ പെട്ടിവാദം അപ്പോഴേ ചീറ്റിയതാണ്. ആ സമയത്ത് തന്നെ കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ CPMൻ്റെ അകത്താണ് പ്രശ്നം സൃഷ്ടിച്ചത്. അതിന് നേട്ടം ഉണ്ടായി. അപ്പോൾ രാഷ്ട്രീയമായിട്ടൊരു തന്ത്രം മെനയുന്നതിലും ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്ത്രം മെനയുന്നതിലും ഒരു ഔചിത്യപൂർവ്വം ഇടപെടാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ മധ്യവസ്ഥയിലേക്ക് കടന്ന യുവ നേതാക്കൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാര്യം അത് രാഷ്ട്രീയത്തിൻ്റെ അഭാവമാണോ അതോ മറ്റു തരത്തിൽ രാഷ്ട്രീയം മനസ്സിലാക്കപ്പെടാതെ പോകുന്നു? കാര്യം സ്ഥിരമാണ്. ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ മതേതരത്വ വിഷയത്തിലും ഭരണഘടനയെക്കുറിച്ചൊക്കെ ഘോരഘോരം സംസാരിക്കാൻ കഴിവുള്ളവരാണ്. അതിൽ പല ആൾക്കാരും വളരെ ബുദ്ധിപൂർവ്വം സംസാരിക്കുന്നവരാണ്, സാമ്പത്തിക. പക്ഷേ ഒരു പ്രായോഗികമായ രാഷ്ട്രീയത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഈ ക്യാമ്പസിൻ്റെ അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയം കാണാൻ പറ്റാത്തതിൽ ഇത്ര മോശാവസ്ഥയിലായി കഴിഞ്ഞു. അവരുടെ പരിണിത പ്രജ്ഞ നേതാക്കൾക്കും കാണാൻ പറ്റുന്ന വിധത്തിൽ എന്തുകൊണ്ട് ഇവർക്ക് പറ്റുന്നില്ല, ഈ പുതിയ നേതാക്കൾക്ക് പറ്റുന്നില്ല? എനിക്ക് തോന്നിയ കാര്യം, ആ പുതിയ തലമുറ നേതാക്കൾ, അതിൽ നമ്മുടെ SFIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അവരാണ് ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. ഇങ്ങനെയാണോ രാഷ്ട്രീയത്തിൽ അവർക്ക് ഈ ഒരു നേട്ടം കൈകാര്യം ചെയ്യാൻ ആലോചിക്കേണ്ടത്? ഈ വിഷയത്തിൽ പാലക്കാട് മറ്റു വിഷയങ്ങൾ എന്തുകൊണ്ട് അവർക്ക് ഉന്നയിക്കാൻ പറ്റിയില്ല? അവിടുത്തെ ജനസാമാന്യത്തെ ബാധിക്കുന്ന കാര്യം, ദേശീയ പ്രശ്നങ്ങൾ, സംസ്ഥാന പ്രശ്നങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി. അതാണല്ലോ രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ച് പൊതുമണ്ഡലം തുറക്കലാണ്. തെരഞ്ഞെടുപ്പ് നമ്മളെപ്പോലെ സമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പൊതുമണ്ഡലമാണ്. ആ പൊതുമണ്ഡലത്തിൻ്റെ ആശയങ്ങൾ ഡിബേറ്റ് ചെയ്യപ്പെടും. പലതരത്തിലുള്ള വ്യത്യസ്തമായ ആശയങ്ങൾ ഡിബേറ്റ് ചെയ്യപ്പെടും. തീർച്ചയായിട്ടും അതിൻ്റെ അകത്തുള്ള എന്താ പറയുക, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ ഉണ്ടാവും, ഞാൻ എല്ലാം പറഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ രാഷ്ട്രീയം പ്രമുഖ സ്ഥാനം വഹിക്കേണ്ട അത്തരം സ്ഥാനം ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള അപകീർത്തിപ്പെടുത്തുക, അതിന് കുറച്ച് കാര്യം നേടുന്ന തരത്തിൽ എത്രമാത്രം ഒരു തരത്തിലുള്ള അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. ഇവർ പല ആൾക്കാരും ബുദ്ധിജീവികളാണെന്ന് വീണ്ടും പറയാം. പക്ഷേ അവരെ സംബന്ധിച്ചുള്ളത് ഇത് എന്തുകൊണ്ട് ഇത്രമാത്രം അപഹാസ്യമായി പോയി? അവസാനം സംഭവിച്ചെന്താണ്? ഇലക്ഷൻ തോറ്റത് മാത്രമല്ല, ഇപ്പോൾ പോലീസ് കേസെടുക്കാനായിട്ടൊന്നുമില്ല. അതിനുള്ള നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ LDFൻ്റെ നിരീക്ഷൻ പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ്. അദ്ദേഹത്തിന് വളരെ ദൃഷ്ടാന്തപൂർവ്വം പറഞ്ഞത് കേസെടുത്തെന്ന് വിളിച്ചു പറഞ്ഞാൽ കേസെടുക്കും, എടുക്കുന്നുണ്ടാവാം, അദ്ദേഹത്തിന് അനുഭവമായിരിക്കും. അതൊക്കെ എന്തൊരു ഔദാര്യം പോലെ കേരള സമൂഹത്തോടും പ്രതിപക്ഷ പാർട്ടികളോടും ചെയ്ത വലിയ ഔദാര്യം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞില്ല എന്നുള്ളത്. അതൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ തന്നെ ഒരു അവകാശികതയില്ലേ? അത് ഈ ഔദാര്യത്തിൻ്റെ പുറത്താണ് രാഷ്ട്രീയം പ്രവർത്തിക്കേണ്ടത്. ഇതൊക്കെ തന്നെയല്ലേ കേന്ദ്രത്തിലും അവരും ചെയ്യുന്നത്, ഈ ഔദാര്യ രാഷ്ട്രീയം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ തന്നെ നമുക്കൊരു ഔചിത്യം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്തരം ഒരു ഔചിത്യത്തിൻ്റെ വലിയ നഷ്ടം വലിയ. പക്ഷേ ഞാൻ ഈ CPM നേതാക്കൾ ഇതിൻ്റെ അകത്ത് വരാത്തതിലൊരു സത്യത്തിൽ അനുതാപൂർവ്വം കാണാൻ പറ്റും. കാര്യം ഒന്നും തന്നെ ഡിഫെൻഡ് ചെയ്യാനില്ല. അപ്പോൾ ഇത്തരം ഘട്ടങ്ങൾ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ നിരീക്ഷകരായിട്ട് LDFന് നിരീക്ഷകരായിട്ട് അവർക്ക് അവർ മറ്റു പ്രതിരോധിക്കാൻ ന്യായീകരണങ്ങളൊക്കെ ഉണ്ടായിക്കോളും. 800 വോട്ടിൻ്റെ മേൽക്കൈയെക്കുറിച്ചുള്ള ന്യായീകരണം ഉണ്ടായി. പക്ഷേ ഇടതുപക്ഷ CPMനെ സംബന്ധിച്ചോളം അവർക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല, അവർ ഡിഫെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കേരളത്തിലെ എന്താ പറയുക, NCPയെക്കാളും കേരളത്തിൽ വലിയ പ്രധാനപ്പെട്ട പാർട്ടിയാണല്ലോ. NCP ഒരു അത്ര വലിയ പാർട്ടിയല്ല, പ്രധാനപ്പെട്ട പാർട്ടി. CPMനെ സംബന്ധിച്ച് ഒരു ചർച്ചയിൽ അവർ ഉന്നയിച്ച വിഷയം ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, വന്ന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ തന്നെ എന്തൊരു പരിതാപകരമാണ്. അപ്പോൾ അത്തരമൊരു ഗതികേടിലേക്ക് എന്തിനു സ്വയം എത്തിച്ചേരുന്നു? ഈ തന്ത്രങ്ങൾ കാഫിർ പൊളിഞ്ഞു പോയതാണ്. അതുപോലെ തന്നെ നമ്മുടെ അശ്ലീല വീഡിയോ പൊളിഞ്ഞു പാളീസായി. അപ്പോൾ ഇത്തരം വില കുറഞ്ഞ തന്ത്രങ്ങൾ അത് CPM മാത്രമല്ല, അത് മറ്റവരും ഉപയോഗിക്കുന്നുണ്ടാവും.
ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ CPM മേൽക്കൈകൊണ്ടായിരിക്കും, മറ്റു പാർട്ടികളും ഇത് ഉപയോഗിക്കുന്ന ആളെ അതിൻ്റെ ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പോടി വന്നുകൂടാന്നില്ല പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അവരെ പരമവിശുദ്ധരൊന്നല്ല പ്രതിപക്ഷത്തെ ആൾക്കാർ നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട അർത്ഥമൊന്നുമില്ല. പക്ഷെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരം തരത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാനും പൊതുജനത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇവർക്ക് മറ്റു മാർഗ്ഗങ്ങളില്ല, മറ്റു വഴികളില്ല, മറ്റു ആശയങ്ങളില്ലാത്ത തരത്തിൽ പാപ്പരീകരിക്കപ്പെട്ടു പോയോ? അതാണ് ആ ദയനീയമായ പാപ്പരീകരണമാണ് നമ്മുടെ മുമ്പിൽ വെളിയായി വരുന്നത്. ആ ദയനീയ പാപ്പരീകരണം എന്ന് പറഞ്ഞാൽ അതിമോശമായിട്ടുള്ള പാപ്പരീകരണം സംഭവിച്ചിരിക്കുന്നു. മറ്റൊന്നും അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കറിയാവുന്ന കാര്യം, ഇവരുടെ പാർട്ടിയിൽ തന്നെ എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പരസ്യമായിട്ടാണ് അത് തിരുത്തു വന്നത്. കാര്യം വളരെ എന്താ പറയുക, ഒരു സ്റ്റാലിനിസ്റ്റ് പാർട്ടിയിൽ വളരെ അച്ചടക്കത്തെയൊക്കെ പുലർത്തുന്ന ആൾക്കാരാണ് സി കൃഷ്ണദാസിനെ പോലുള്ള ആൾക്കാരൊക്കെ. 2 തവണയാണ് കാര്യം ആവർത്തിച്ചത്, വെട്ടിവലിച്ചെറിയൂ എന്ന കാര്യം. തീർച്ചയായിട്ടും നമുക്കറിയാം. അതെ, ഇപ്പോൾ എന്താ പറയുക, വളരെ അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാകുന്ന ഒരു സ്റ്റാലിനിസ്റ്റ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ ഓഫ് മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി വന്ന് അതൊരു പ്രധാനപ്പെട്ട വിഷയം, മറ്റു വിഷയങ്ങൾ പ്രധാനപ്പെട്ട വിഷയമാണെന്ന് പറയുമ്പോഴും പാലക്കാട്ടെ ഏറ്റവും പ്രമുഖ നേതാവും വളരെ സീനിയർ നേതാവും അതല്ലാന്ന് ആ വിഷയത്തിന് പിറകിൽ പോകുന്നവരത് ആ വൈരുദ്ധ്യം തന്നെ എന്തുണ്ടായി, ആ LDFനെ ബാധിച്ചു. ആ പരസ്യമായിട്ടുള്ള വൈരുദ്ധ്യം തന്നെ LDFനെ ബാധിച്ചു. അപ്പോൾ ഇത്തരം ഒരു രാഷ്ട്രീയ തന്ത്രം മെനയുന്നതിൽ പറ്റുന്ന ഇതൊരു നമുക്ക് വളരെ സഹതാപൂർവ്വം കൂടി കാണാവുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് നമ്മൾ അടച്ചാക്ഷേപിക്കുകയോ വിമർശിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്താണ് ഇത്തരം ഒരു ആശയദാരിദ്ര്യത്തിൻ്റെ ഈ പ്രായോഗിക തന്ത്രങ്ങൾ മെനയുന്നതിൽ പരാജയപ്പെടുന്നതിൻ്റെ കാരണം? അത് നമ്മൾ അന്വേഷിക്കും. ഇപ്പോൾ കാഫിർ പോലൊരു ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. അനാവശ്യമായിട്ടുള്ള ഒരു തരത്തിലും പ്രസക്തവും പ്രാധാന്യമുള്ള കാര്യം അവരുടെ തന്നെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംബന്ധിച്ചുള്ള അതിൻ്റെ മതേതര നിലപാട് വളരെ പ്രസക്തവും പ്രാധാന്യവും ദേശീയതലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ്. അതിലൊന്നും ഒരു സംശയം ആർക്കും വേണ്ട. പക്ഷെ അതിൽ നിന്ന് എങ്ങനെയാണ് ഇവർക്ക് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം, ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഈ ഒരു വഷളായ തന്ത്രം ഉപയോഗിക്കേണ്ടി? കുറച്ചു കാലമായുള്ള തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെയല്ല വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യം. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ 3ാം സ്ഥാനം ഉറപ്പിച്ച് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ നോക്കി എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. അതിപ്പോൾ കത്ത് വിവാദമായാലും ഈ പാതിര തിരച്ചിലായാലും പിന്നീട് ഈ പത്രപരസ്യമായാലും സ്പിരിറ്റ് അന്വേഷണമായാലും ഇതെല്ലാം തന്നെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മാത്രം തിരിഞ്ഞുകൊണ്ട് അപ്പുറത്ത് BJPക്കെതിരെ ഒരു ആരോപണവും ഇല്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു ഇടതുപക്ഷം എന്നുള്ളതാണ് പ്രധാന ആരോപണം. ദാമോദർ പ്രസാദ് പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് AKSN എന്നുള്ള ഫോൺ കാൾ പറഞ്ഞത് CPMനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇതിന്റെ അകത്തൊരു വെക്സേഷ്യസ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നർത്ഥത്തില്ല. അങ്ങനെ ഒരു വെക്സേഷ്യസ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കേസെടുപ്പിക്കാം, ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. അല്ല AKSN വിളിച്ചു പറഞ്ഞ അവസരം കേസെടുപ്പിക്കുന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതലായിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടത് ഭരണകക്ഷിയേക്കാൾ കൂടുതൽ എപ്പോഴും പ്രതിപക്ഷമാണ്, ഭരണകക്ഷിയല്ല. ഭരണകക്ഷിയുടെ ഭരണത്തിലുള്ള വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ജനങ്ങളുടെ ഇടയിലേക്ക് നോട്ടാക്കി മാറ്റുക. അതിലുപരി 8 വർഷമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിനെതിരെയുള്ള ആന്റി ഇൻകംബൻസി വളരെ കൂടുതലാണ്. വിശേഷിച്ച് നമുക്കറിയാം കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. നാളിതുവരെ ഈ 2ാം പിണറായി സർക്കാർ ഒഴിച്ച് 1957 മുതൽ 2021 വരെ ഒരു ഗവൺമെന്റ് പോലും 2ാമത് അധികാരത്തിൽ വന്നിട്ടില്ല. എത്ര നല്ല ഭരണം നടത്തിയിട്ടുണ്ടെങ്കിലും ഷാഫിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ ഭൂരിപക്ഷം കിട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ജയിച്ചു എന്നുള്ളതിലേക്കല്ലേ നമ്മൾ വരേണ്ടത്. ഇപ്പോൾ തുടർഭരണം ഇനിയും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തുടർഭരണത്തിന് ശേഷമുള്ള കാലത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ല, അവിടെ ആദ്യം പ്രകടനം നടത്തിയതാരാ? പാലക്കാട്ട് ആദ്യം പ്രകടനം നടത്തിയാരാ? റിസൾട്ട് പരിപൂർണമായിട്ട് വരുന്നതിന് മുമ്പ് അവിടെ SDP-ക്കാരാണ് പ്രകടനം നടത്തിയത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. BJPക്ക് 10,000 വോട്ട് കുറഞ്ഞു, SDP-യുടെ പിന്തുണ ഉണ്ടായിരുന്നു. ഈ വർഗീയ ശക്തികളുടെ വോട്ട് എങ്ങോട്ട് പോയി? എന്തുകൊണ്ട് SDP-ക്കാരെ എത്ര വോട്ടുണ്ട്? എത്ര ആയിക്കോട്ടെ, 100 വോട്ട് ആയിക്കോട്ടെ, SDP-യുടെ വോട്ട് വോട്ട് കൊണ്ട് ആണ് ജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു അഭിപ്രായമുണ്ടോ? പല സമുദായ വർഗീയ സംഘടനകളെ കോൺഗ്രസ് എന്നും കൂട്ടുപിടിച്ചിട്ടുണ്ട്, UDF കൂട്ടുപിടിച്ചിട്ടുണ്ട്. ആ വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ച് ഇപ്പോൾ BJP കൂടെ കൂട്ടുപിടിച്ചു. BJPയുടെ ഒരു പലതവണ ചർച്ച ചെയ്തതായതുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞു തന്നെ പിന്നെയും പറയേണ്ടതുകൊണ്ട് അതങ്ങ് അവസാനിപ്പിക്കാം. SDP ഏതൊക്കെ ഇല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട്, SDP-യുടെ വോട്ടൊക്കെ ഓരോ ഘട്ടങ്ങളിൽ ആർക്കൊക്കെ പോയിട്ടുണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലുള്ള കണക്കുകളാണെന്നേ. പിന്നെയും അതിലേക്ക് പോകേണ്ട കാര്യമില്ല. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് SDP വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? എന്ന് പരിപൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞില്ല. ഒരാൾ ജയിക്കുമ്പോൾ നിരവധി പേരുടെ വോട്ടുകൾ ഉണ്ടാകും. ഇവിടെ BJP സ്ഥാനാർത്ഥിക്കെതിരെ 3ാം സ്ഥാനം ഉറപ്പിച്ച് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ നോക്കി എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് മറുപടിയുണ്ടോ? കാരണം BJPക്കെതിരെ ഒരു ആരോപണവും ഉന്നയിക്കുകയോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലോ പ്രതികരണങ്ങളോ ഒന്നും BJP സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞു കേട്ടില്ല. അതുകൊണ്ടാണ്
അല്ല അങ്ങനെ ഇവിടുത്തെ കേരളത്തിലെ ഇലക്ഷൻ നമുക്കറിയില്ല. പ്രധാനമായിട്ടും UDF LDF തമ്മിലാണ് അതെങ്ങനെയാണത്? പാലക്കാട് സ്ഥിതി നോക്കൂ. പാലക്കാട് BJP എപ്പോഴും 2ാം സ്ഥാനത്തല്ലേ? പാലക്കാട് എപ്പോഴുമില്ല. ശ്രീധരൻ നിന്നപ്പോൾ അവിടെ 2ാം സ്ഥാനത്ത് വന്നു. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഈ ശ്രീധരൻ കിട്ടിയ വോട്ടൊക്കെ കോൺഗ്രസിലേക്ക് ഇപ്പൊ പോവുകയും ചെയ്തു. ഇല്ല, കിട്ടി. ശ്രീധരന് ഇപ്പൊ 39,000 വോട്ടോട്ട് കുറഞ്ഞില്ലേ? 10,000 വോട്ടോടെ കുറഞ്ഞില്ലേ? ആ വോട്ട് എങ്ങോട്ട് പോയി? ആ വോട്ട് എങ്ങോട്ടാണ് പോയത്? 15,000 വോട്ട് മൊത്തം കുറഞ്ഞു. 1,40,000 വോട്ട് 3 സ്ഥാനാർത്ഥി കിട്ടിയപ്പോൾ ഇപ്പൊ കിട്ടി 1,25,000 10,000 വോട്ട് BJP കുറഞ്ഞു. അപ്പൊ കോൺഗ്രസിനോട് വോട്ട് കൂടി. ഇപ്പോൾ അത് ആരുടെ വോട്ടാണ്? ഞങ്ങളുടെ വോട്ട് കുറഞ്ഞെങ്കിൽ സ്മൃതി പറഞ്ഞു ശരിയാണ്. ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ട് ഓരോ വോട്ടെങ്കിലും കുറഞ്ഞെങ്കിൽ ഇടതുപക്ഷം മാറി ചിന്തിച്ചു എന്ന് പറയാം. തീർച്ചയായിട്ടും അതിനെ ചിന്തിച്ചു. ഇത് ചിന്തിച്ചില്ല. ഞങ്ങൾക്ക് 15,000 വോട്ട് മൊത്തത്തിൽ കുറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ 1,000 വോട്ട് കൂടുകയാണ് ചെയ്തത്. പിന്നെ പല പ്രാവശ്യവും അപവാദ പ്രചരണങ്ങൾ. 2021 തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റിനെതിരെയും പിണറായി വിജയന്റെ വ്യക്തിക്കെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും എന്തെല്ലാം ആരോപണങ്ങൾ എത്രയോ ദിവസത്തെ ഈ ചാനൽ ഉൾപ്പെടെ എത്രയോ ചാനലുകൾ നമ്മൾ ചർച്ച ചെയ്തു. എന്തെല്ലാം ആരോപണങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ ആരോപണങ്ങൾ എപ്പോഴും ഭരണകക്ഷിക്കെതിരെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെതിരെയും ഏത് രാഷ്ട്രീയ പാർട്ടികളും കാലാകാലങ്ങളിൽ കൊണ്ടുവരും. ചിലപ്പോൾ ആരോപണം ശരിയാകണമെന്നില്ല, ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കാം. ആരോപണങ്ങളുടെ യാഥാർത്ഥ്യം നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റും. ആരോപണങ്ങൾ ഭരണകക്ഷി ഉന്നയിക്കും, പ്രതിപക്ഷം ഉന്നയിക്കും. രാഷ്ട്രീയ ഇലക്ഷൻ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 3 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 3ഉം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. കോൺഗ്രസ് ആ 3 സീറ്റിലും ജയിച്ചു. ഞങ്ങൾക്ക് ആകെ ഉള്ളത് ചേലക്കര ഒരു സീറ്റായിരുന്നു. മുമ്പേ ബഹുമാനപ്പെട്ട നവാസ് പറഞ്ഞു ഇടതുപക്ഷത്തിന് നാണം കെട്ടിരിക്കുന്നു. ഞങ്ങൾക്കെന്താ നാണക്കേട്? ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റായിരുന്ന ചേലക്കരയിൽ ഞങ്ങൾക്ക് അല്പം ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ഞങ്ങൾക്കെതിരെ ഇത്രയും മലവെള്ളപ്പാച്ചിൽ പോലെ ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ ഈ ചാനൽ എന്തെല്ലാം ആരോപണം അല്ല, ഞങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ സംസ്ഥാന തലത്തിൽ ഗവൺമെന്റിനെതിരെ ആ സമയത്തായിരുന്നു PP ദിവ്യയുടെ പ്രശ്നം കത്തി നിൽക്കുന്നത്. ഇപ്പോഴെന്ത് സംഭവിച്ചു? അദ്ദേഹം ADMന്റെ ഭാര്യ തന്നെ CBI അന്വേഷിക്കുന്നത് കൊലപാതകമാണെന്ന് സംശയിക്കുന്നു. അന്ന് ഈ ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ്, ഇതിനകത്തുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല. കോടതിയിൽ വരുമ്പോൾ കേസ് നിൽക്കില്ല. ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ നവാസ് പറഞ്ഞു ഇടതുപക്ഷ മുന്നണി ഈ തെരഞ്ഞെടുപ്പിലൂടെ നാണം കെട്ടുപോയി. ഞങ്ങൾക്ക് എന്താ നാണക്കേട്? കോൺഗ്രസിന്റെ UDFന്റെ 2 സീറ്റിംഗ് സീറ്റ് അവർക്ക് ലഭിച്ചു. വയനാട് ചേലക്കര സീറ്റ് നവാസ് ചേലക്കര സീറ്റ് ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾക്ക് അതിനകത്ത് ഭൂരിപക്ഷം അല്പം കുറഞ്ഞു അംഗീകരിക്കുന്നു. പക്ഷെ ആ സീറ്റ് കുറഞ്ഞു. നവാസ് അല്ല, അവിടെയും ഞങ്ങൾ ആ സീറ്റ് ഉറപ്പായിട്ട് പിടിക്കുമെന്ന് AICC വ്യക്തം ഇവിടെ വന്ന് പറഞ്ഞതാണ്. ചേലക്കരയിൽ ഞങ്ങൾ പുതിയ ഫോർമുല കൊണ്ടുവന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിയാണോ അല്ലെങ്കിൽ അവിടുത്തെ സംഘാടനത്തിലാണോ എന്താണോ പിഴവെന്ന് അവർ പരിശോധിക്കട്ടെ. നമ്മൾ പാലക്കാടേക്ക് വരുമ്പോൾ പാലക്കാടാണല്ലോ മുഴുവൻ ശ്രദ്ധയും പാലക്കാട്ടായിരുന്നല്ലോ, ചേലക്കരയിലായിരുന്നില്ലല്ലോ. പാലക്കാട്ട് നിൽക്കേ ഇവിടെ ദാമോദർ പ്രസാദ് ഒരു കാര്യം എടുത്തു പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് അവിടേക്ക് വന്നത്? ഞങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് അവിടെ കൊണ്ടുവന്നത്. എങ്ങനെയാണ് തൃശ്ശൂർ സീറ്റിലേക്ക് ഒരു BJP കടന്നു വന്നത്? തൃശ്ശൂരിൽ നിന്ന് ഒരു MP മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി മറ്റൊരാളിനെ അവിടെ കൊണ്ടുവരികയും വടകരയിൽ ജയിച്ചിരുന്ന സ്ഥാനാർത്ഥി പാലക്കാട് ജയിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ മാറ്റിക്കൊണ്ടിരുന്ന് വടകരയെ നിർത്തിയൊക്കെ ചെയ്ത് വടകരയിൽ BJP സഹായിച്ചു. ഇവിടെ BJPയെ ജയിപ്പിക്കും, ഷാഫി ജയിപ്പിക്കും എന്നാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ ആരോപണം വിഴുങ്ങിയോ? BJPയുടെയും ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, BJPയുടെയും SDPയുടെയും വോട്ട് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ 58,000-ലേക്ക് പോയത്. ഞങ്ങളുടെ വോട്ടൊന്നുമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായിട്ട് അവിടെ പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയോജനമുണ്ടായി. ഞങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, കാര്യം ഞങ്ങൾ വളരെ പിന്നിലാണ്. പക്ഷെ കഴിഞ്ഞതിനേക്കാൾ ഞങ്ങൾക്ക് നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. ഇത്രയും ആന്റി ഇൻകംബൻസി നിലനിൽക്കുമ്പോൾ, ഞങ്ങൾക്കെതിരെ ഇത്രയും കൂടുതൽ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ ഞങ്ങളുടെ നില 1% ഞങ്ങൾ മെച്ചപ്പെടുത്താൻ അതൊരു വിജയം തന്നെയാണ്. നവാസ് മറുപടി പറയാം ഇടവേളയ്ക്ക് ശേഷം. ഉള്ള വോട്ടിൽ അല്പമെങ്കിലും കൂടുതൽ ഉണ്ടാക്കാനേ സാധിച്ചിട്ടുള്ളൂ. അതായത് പാർട്ടി വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ പെട്ടി വിവാദത്തിൽ ഒരു നഷ്ടവും CPM-നെ സംബന്ധിച്ചുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ബാക്കി നിങ്ങൾക്ക് കിട്ടിയത് BJPയുടെ വോട്ടും SDPയുടെ വോട്ടും. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ബലദേവ് സച്ചിദാനന്ദന് മറുപടി നൽകാം. തീർച്ചയായും ഞാൻ ബലഹീനമായ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ കേട്ട് ഉള്ളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് കണക്കുകൾ കൊണ്ട് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കുടത്തെ നിയമസഭയിലൊക്കെ ഇരുന്നോട്ടെ, പക്ഷേ കണക്കുകൾ കൊണ്ട് ഞങ്ങളാണ് ജയിച്ചത് എന്ന ദുർബലമായ വാദം അദ്ദേഹം ഉന്നയിക്കുന്നത്. ഞാൻ ബലദേവ് സച്ചിദാനന്ദൻ നിങ്ങളോട് പറയട്ടെ, 2016 NM കൃഷ്ണദാസ് മത്സരിച്ചു. നേരത്തെ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. NM കൃഷ്ണദാസ് മത്സരിച്ച 3ാം സ്ഥാനത്ത് NM കൃഷ്ണദാസ് ഉള്ളത്. നിങ്ങൾ പറഞ്ഞത് അന്നേരം പിന്നെ നിങ്ങൾ 2ാം സ്ഥാനത്താണ്. തെറ്റായ കണക്കാണ്. എങ്കിൽ പോലും ഞാൻ പറയട്ടെ, 2014 NM കൃഷ്ണദാസ് മത്സരിച്ചപ്പോൾ നിങ്ങളുടെ വോട്ട് എത്രയാണ്? 38,675 വോട്ട് CPM-നുണ്ട്. 10 വർഷത്തിന് ശേഷം 2024 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ എത്രയാണ് വോട്ട്? 37,156.
നിങ്ങളിപ്പോഴും ആകാശത്തേക്കാണ് വാണം പോലെ മുകളിലേക്കാണ് പോകുന്നത്. നിങ്ങൾ വാദം ഉന്നയിച്ചോ, നിങ്ങളെ തിരുത്തണം എന്ന് ഒരാഗ്രഹവും വ്യക്തിപരമായി എനിക്കില്ല. രണ്ടാമത്തെ ഒന്ന്, നിങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ വർഷം, അതായത് ഷാഫി പറമ്പിൽ MLA ആകുന്ന സമയത്ത് ഞങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ 800 വോട്ട് ഞങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സേഫ് കംഫർട്ടബിൾ സോണിലാണ് ഞങ്ങളുള്ളത്, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന്. അതേ താങ്കൾ തന്നെ പറയാണ് തൊട്ടപ്പുറത്ത് ചേലക്കരയിൽ ഞങ്ങൾക്ക് 30,000 വോട്ടേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഞങ്ങൾ കംഫർട്ടബിൾ ആണ്. ഇത് രണ്ടും ഒരു വൈരുദ്ധ്യമില്ലേ? ഒരു ഭാഗത്ത് 800 വോട്ട് കൂടുതൽ കിട്ടിയത് ഭയങ്കര സംഭവമായി നിങ്ങൾ പറയുമ്പോൾ 30,000 വോട്ട് നഷ്ടപ്പെട്ടത് ഒരു നഷ്ടമായി നിങ്ങൾക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഇത്തരത്തിലെ വിലയിരുത്തലുകളുമായി തന്നെ മുന്നോട്ട് പോകണം. നോക്കൂ, നിങ്ങൾ ഓരോ തിരഞ്ഞെടുപ്പ് പരിശോധിച്ചോ, പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ കിട്ടിയതിനേക്കാൾ 4 ഇരട്ടി 5 ഇരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു പോകുന്നത്. വയനാടിൽ രാഹുൽ ഗാന്ധി കിട്ടിയതിനേക്കാൾ രാഹുൽ ഗാന്ധി വോട്ട് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടിനാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് വളരെ ആശ്വാസകരമാണ്, പ്രതീക്ഷ നിർഭരമാണ്. ഭാവിയിലേക്കുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യത്തിലാണ്. ഞാൻ ആ കണക്കിലേക്കൊന്നും പോകുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ചർച്ച ചെയ്താണ്. ഇപ്പോൾ SDPയുടെ വോട്ടാണ് UDF ജയിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, അവിടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരിൽ ഒരാളുണ്ടോ SDPക്ക്? ഇല്ല. അവർ ഇതിന് മുമ്പ് അവിടെ മത്സരിച്ചിരുന്നല്ലോ. അതിൽ എത്ര വോട്ടാണ് അവർ കിട്ടിയത്? 1000 1500 വോട്ടാണ് അവർക്ക് അന്ന് കിട്ടിയത്, അന്ന് കിട്ടിയത്. എത്ര വോട്ടിനാണ് UDF ജയിച്ചത്? 18,000 വോട്ടിനാണ്. തോൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ന്യായങ്ങൾ കണ്ടെത്തുക. ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി ശ്രീ ബലദേവ് സച്ചിദാനന്ദനോട് പറയുന്നത്, നിങ്ങൾ കേരളത്തിലെ പ്രേക്ഷകരെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അങ്ങനെ മലയാളി ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾ പറയുന്നത് മുഴുവൻ അതുപോലെ വിഴുങ്ങുന്നവരാണ് മലയാളികൾ എന്ന് ധരിക്കരുത്. ദയവ് ചെയ്ത് അത്തരം ഒരു നിരീക്ഷണത്തിലേക്ക് താങ്കൾ പോകരുതെന്ന് ഒരു റിക്വസ്റ്റ് താങ്കളോട് പറയുകയാണ്. മലയാളിക്ക് ഇതൊക്കെ കുറച്ച് ബോധ്യമുണ്ട്. SDPക്ക് കേരളത്തിൽ ഒന്നാകെ എത്ര വോട്ടുണ്ട്? ഇവിടെ കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് കേരളത്തിൽ ഒന്നാകെ അവർക്കുണ്ടോ? നമുക്ക് പരിശോധിക്കാം. UDFന് കിട്ടിയ മൊത്തം വോട്ടിന് അത്ര പോലെ വോട്ട് അവർക്കുണ്ടോ? അപ്പോൾ ഇത്ര ദുർബലമായ വാദങ്ങൾ നിങ്ങൾ ഉന്നയിക്കരുത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? രാഷ്ട്രീയമായ ഒരു മാന്യതയുമില്ലാതെ, ഒരു നൈതികതയുമില്ലാതെ തിരഞ്ഞെടുപ്പുകൾ CPM നേരിടുന്നു. അത് ഒരു തവണയോ 2 തവണയോ 3 തവണയോ അല്ല, നിരന്തരമായി തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. ഇപ്പോൾ സ്മൃതി ഇവിടെ ആവർത്തിച്ച് പറഞ്ഞ തൃക്കാക്കരയും അതുപോലെ തന്നെ പിന്നെ കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ഒരു ബിഗ് ഫൈറ്റ് നടന്ന ഒരു മണ്ഡലമായതുകൊണ്ട് കാഫിർ വിവാദം നമ്മൾ തെളിഞ്ഞു കണ്ടു. ഇപ്പുറത്ത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അത് നമ്മൾ തെളിഞ്ഞു കണ്ടു. ഇത് CPM തിരഞ്ഞെടുപ്പുകൾ പൊതുവെ ഉപയോഗിക്കുന്ന രീതിയല്ലേ? പൊതു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നേരത്തെ MK രാഘവനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകനായ ദാമോദർ പ്രസാദ് പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ KM ഷാജിക്കെതിരെ പിന്നെ അഴീക്കോട് നടത്തിയ വിവാദത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കെതിരെ നടത്തിയ ആരോപണത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പിൽ സ്ട്രാറ്റജിയായി നിങ്ങൾ ഉപയോഗിക്കുന്നു. വർഗീയതയെ തരാന്തരം പോലെ ഉപയോഗിക്കുക, ഇത്തരത്തിൽ ആക്ഷേപങ്ങളെയും അധിക്ഷേപങ്ങളെയും തരാന്തരം പോലെ ഉപയോഗിക്കുക. ഞാൻ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. മാർഗം എന്തായാലും കുഴപ്പമില്ല, ലക്ഷ്യമാണ് CPMൻ്റെ പ്രധാനം എന്നാണ് ഒരു മാർക്സിസ്റ്റ് ലൈന് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് ഇത്രയും അധംപതിക്കുന്ന രൂപത്തിലേക്ക് എന്ത് മാർഗമായാലും കുഴപ്പമില്ല, എങ്ങനെ കോംപ്രമൈസ് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, വർഗീയതയെ എങ്ങനെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ അജണ്ടയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്നൊരു നയത്തിലേക്ക് CPM മാറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുനമ്പം വിഷയത്തിൽ ഉൾപ്പെടെ അത്ര രാഷ്ട്രീയമായ ഒരു തന്ത്രത്തെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ തഴച്ചു വളരുന്നത് BJP ആണ്. BJPക്ക് വഴിവെട്ടി കൊടുക്കുകയാണ് ഇത്തരമൊരു നിലപാടിലൂടെ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, നിങ്ങളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അത് അറിയുന്നവരാണ് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷെ മലയാളിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നു, ഈ രാഷ്ട്രീയമായ ഇത്തരത്തിലുള്ള നയം സ്വീകരിക്കുന്നോ ഇടതുപക്ഷം ചെയ്യുന്നത് അവർ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല, അത് BJPയെ സഹായിക്കാൻ കൂടിയാണ് എന്ന് മലയാളി തിരിച്ചറിയുന്നുണ്ട്. അങ്ങ് നേരത്തെ സംസാരത്തിനിടയിൽ ഭംഗ്യന്തരനെ തൃശ്ശൂർ പരാമർശിച്ചു പോയി. തൃശ്ശൂർ ചർച്ച ചെയ്യണം, നമുക്ക് എത്ര മണിക്കൂർ ചർച്ച ചെയ്യണം? ഞാൻ ഈ സ്റ്റുഡിയോയിലിരിക്കാം. തൃശ്ശൂരിൽ എന്താ സംഭവിച്ചത് നമ്മൾ പറയണ്ടേ? തൃശ്ശൂരിലല്ലേ ഈ പറയുന്ന പൂരം കലക്കൽ വിവാദം ഉണ്ടായത്? അത് ആരാധന നേതൃത്വം കൊടുത്തത്? നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞു, നേതൃത്വം കൊടുത്തത് നിങ്ങളാണ്, അജിത് കുമാറാണ്. അജിത് കുമാർ എന്തിനാണ് RSS നേതാക്കന്മാരെ കണ്ടത്? എന്തിനാ BJP നേതാക്കന്മാരെ കണ്ടത്? എത്ര ദിവസം കേരളം ചർച്ച ചെയ്തതാണ്? എന്നിട്ടും ഒരു നറേഷൻ അങ്ങ് ചാനൽ വന്നുണ്ടാക്കുകയാണ്. എന്നിട്ടും അങ്ങയുടെ നറേഷൻ എന്താണ്? അങ്ങ് ഇവിടെ വന്നിട്ട് പറയാണ് അത് കോൺഗ്രസും അതുപോലെ UDFും BJP തമ്മിലെ ഡീലാണ് എന്ന്. നേരത്തെ ഇവിടെ സ്മൃതി ചൂണ്ടിക്കാണിച്ചില്ലേ, വടകരയിലേക്ക് ഷാഫി പറമ്പിൽ പോയപ്പോൾ ഷാഫി തോൽക്കാൻ നിങ്ങൾ പറഞ്ഞ നറേഷൻ എന്താണ്? അത് പാലക്കാട് ഒരു ഡീലുണ്ട്, അവിടെ BJPയെ ജയിപ്പിക്കാനാണ് എന്ന്. പാലക്കാട് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? അവിടെ BJPയും കോൺഗ്രസ് തമ്മിൽ രാഹുൽ ജയിക്കാൻ വേണ്ടി ഡീലുണ്ട് എന്ന്. ഇത്ര ദുർബലമായ മലയാളിക്ക് മുമ്പിൽ നിങ്ങൾ പൂർണ്ണമായി നഗ്നനായി നിൽക്കുകയാണ്. നിങ്ങളുടെ ഈ പറയുന്ന പൊള്ളത്തരങ്ങളെ മുഴുവൻ മലയാളി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇനി എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ ഇത് മറച്ചു പിടിക്കാൻ വേണ്ടി കഴിയും? അതുകൊണ്ട് വളരെ കൃത്യമാണ് ശ്രീ ബലദേവ് സച്ചിദാനന്ദ്, ദുർബലമായ വാദങ്ങൾ വെച്ച് മലയാളിയെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതിന് നൽകിയ തിരിച്ചടിയാണ്. നിങ്ങൾ
നിങ്ങൾക്ക് ലഭിച്ച തിരിച്ചടിയാണ് പാലക്കാടിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ പാലക്കാട് ജയിച്ചത്. മലയാളിയെ നിങ്ങൾ ഇത്തരത്തിൽ ദുർബലമായ വാദങ്ങൾ ഉപയോഗിച്ച് പെട്ടിയിലേക്ക് വോട്ടെത്തിക്കുന്നത് വരെ എന്ത് കള്ളത്തരവും എന്ത് നുണക്കഥകളും ഉണ്ടാക്കി വോട്ട് തട്ടിയെടുക്കാമെന്ന നിങ്ങളുടെ ധിക്കാരത്തിൻ്റെയും ദാഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിനുമായിട്ട് തിരിച്ചടിയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം. നോക്കൂ, ഇപ്പോൾ വരുന്ന ഒരു ബ്രേക്കിംഗ് വാർത്ത നിങ്ങളും കാണുന്നുണ്ടാവും. ഗോപാലകൃഷ്ണനെതിരെ കേസ് എടുക്കണ്ട, അതായത് മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഗോപാലകൃഷ്ണൻ IAS അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കണ്ട എന്നാണ് ഇപ്പോൾ നാർക്കോട്ടിക് സെൽ ACP കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ നൽകുന്ന സൂചന എന്താണ് ശ്രീ ദാമോദർ പ്രസാദ്? അതായത് ആ ചാറ്റിൽ ആ തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളില്ല, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല. ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ അതിന് പറയുന്ന മനസ്മൃതി, ഞാൻ ഈ നമ്മുടെ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ ഒരു കാര്യം നല്ലത് ചെയ്തു ഈ ചർച്ചയിൽ. കാര്യം പെട്ടിവാദം തിന്ന് കക്ഷി അദ്ദേഹം ഇത് രാഷ്ട്രീയ സംവാദത്തിലേക്ക് മാറ്റി. അത് എനിക്ക് തോന്നുന്നു അതാണ് ഇതിൻ്റെ അതൊരു വളരെ ശരിയായിട്ടുള്ള കാര്യം. അത് വളരെ ശരിയാവുന്ന എങ്ങനെയാണ് ശ്രീ ദാമോദർ പ്രസാദ്? പെട്ടിയിലൊന്നും ഇല്ല എന്ന് പറയുമ്പോഴല്ലേ, പെട്ടിയിലൊന്നും കിട്ടാഞ്ഞപ്പോഴല്ലേ അത് പറയുന്നത്, രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്? അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിരുദ്ധോക്തിയിൽ നമ്മൾ മനസ്സിലാക്കണമല്ലോ. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെട്ടി പോലുള്ള കാര്യങ്ങളായിരുന്നില്ല അതിലെന്തെങ്കിലും ഉണ്ടായിരുന്നു, ശരിയായ കാര്യം ഒരു സവിശേഷ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഉയർത്തിക്കൊണ്ടിരുന്നത്. അതല്ലാതെ പാളിപ്പോയി. പക്ഷേ രാഷ്ട്രീയം പറയാനായിട്ടും അതിൻ്റെ അകത്ത് സവിശേഷമായ രാഷ്ട്രീയ പ്രശ്നം ഉന്നയിക്കാൻ അവർക്ക് പറ്റിയില്ല. അതിൻ്റെ പരാജയം അവർ ഏറ്റുവാങ്ങി. അപ്പോൾ ഈ ഭരണത്തിന് നേട്ടം പറഞ്ഞു. തീർച്ചയായിട്ടും ഈ പ്രതിപക്ഷം ഈ ഭരണവിരുദ്ധ വികാരം ബലദേവ് സച്ചിദാനന്ദൻ പറഞ്ഞൊരു കാര്യമാണ്. 2 ടൈം ഭരിക്കുന്ന ഒരു സംവിധാനത്തിന് അതിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരം അത് നിലനിൽക്കുന്നതാണ്. പക്ഷേ പാലക്കാട് പ്രതിപക്ഷം അതിൻ്റെ രാഷ്ട്രീയം അവർ കൊണ്ടുവന്നു. പക്ഷേ ഇവർ തിരിച്ചു ചെയ്തത് അതല്ല. നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ CPM-നോട് നമുക്ക് ശത്രുത വേണ്ട ആവശ്യത മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാം. അവിടെ നടന്ന് ഇതുപോലെ ചെറിയ വളരെ അരാഷ്ട്രീയവലിക്കുന്ന രീതിയിലൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന രാഷ്ട്രീയം മാറി. ഒപ്പം തന്നെ ഇപ്പോൾ സ്മൃതി ചോദിച്ച കാര്യം, ഈ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ അവർ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടവരാണ്. അവർ നമ്മുടെ ഭരണഘടനാപരമായിട്ടെല്ലാം തന്നെ മതേതരത്വം അടിസ്ഥാന ശിലയാണല്ലോ, അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. നമ്മളത് ആലോചിച്ച് നോക്കും. തിരിച്ച് ഇപ്പോൾ മല്ലു ഹിന്ദു ഗ്രൂപ്പിന് പകരം മറ്റൊരു മതഗ്രൂപ്പിൻ്റെ പേരിലായിരുന്നെങ്കിൽ കേരളത്തിൽ എത്രമാത്രം വിവാദം BJP ഉണ്ടാക്കുമായിരുന്നു. അതിനുശേഷം അത് അപകടമാകുമെന്ന് കണ്ടപ്പോൾ മുസ്ലിം ഗ്രൂപ്പും അദ്ദേഹം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തിയാണ്. പക്ഷേ ആ ഗ്രൂപ്പിന്റെ ചാറ്റിൽ വർഗീയ പരാമർശങ്ങളില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. ഈ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി തന്നെ കേന്ദ്രത്തിൽ വലിയ സ്വാധീനം ചെലുത്താനാകുമെന്നുള്ള തെറ്റിദ്ധാരണയിലാണെന്ന് തോന്നുന്നു. അങ്ങനെയും വിവരങ്ങളുണ്ട്. അതെ, നമ്മുടെ മുമ്പിൽ കാണുന്ന നമ്മുടെ ADGP ആയിരുന്ന അദ്ദേഹം RSN നേതാവിൻ്റെ സ്വകാര്യ സന്ദർശനം നടത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ മല്ലു ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതായത് മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുക, വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന തെറ്റായ അത് നൈതികയുടെ പ്രശ്നം മാത്രമല്ല, അത് പ്രോട്ടോകോൾ വിരുദ്ധമാണ്, അത് നിയമപര വിരുദ്ധമായിട്ടൊരു കാര്യം നടന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ഇപ്പോൾ ഇവർ പറയുന്നത് ഇപ്പോൾ എന്താണ്, ഈ റിപ്പോർട്ട് നമ്മൾ കണ്ടില്ല, നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസ് മനസ്സിലാക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചോളം അതിന് അതിൻ്റെ അകത്ത് വിവാദ പരാമർശം ഗ്രൂപ്പില്ല, വിവാദ പരാമർശം ഇല്ല എന്നുള്ളത് കാര്യം അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. മാത്രമല്ല ഉദ്യോഗസ്ഥൻ നുണയല്ലേ പറഞ്ഞത്, അതിനുശേഷം താനല്ല ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പോലീസിന് പരാതി കൊടുക്കുക. ആ പോലീസ് പരാതി കൊടുത്ത ശേഷം അതല്ല അങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടതല്ല, അപ്പോൾ സ്വയം ഉണ്ടാക്കിയതാണ്. എന്തിനുണ്ടാക്കിയത്? അപ്പോൾ അത് തന്നെ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ADGP ആണെങ്കിൽ കേന്ദ്രത്തിൽ എന്തോ പോസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് പോയെന്നാണ് പിന്നീട് വിലയിരുത്തേണ്ടത്. അതുപോലെ തന്നെ അപ്പോൾ ഇത്തരം അടിസ്ഥാനത്തിൽ കേരളത്തിനകത്ത് മതഗ്രൂപ്പ് ഉണ്ടാക്കി, മതാടിസ്ഥാന ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ അത് വിഭാഗീയമായിട്ടുള്ള ഒരു ചിന്ത പരത്താനുള്ള ശ്രമം നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും? ഇതെന്താണ് നമ്മുടെ ഈ രാഷ്ട്രീയ നേതൃത്വം? ഇടതുപക്ഷത്തിൻ്റെയും നമ്മുടെ കേരളത്തിലാണെങ്കിൽ പ്രധാനപ്പെട്ട 2 മുന്നണികൾ മതേതരത്വം അടിസ്ഥാന ശിലയായിട്ട് കാണുന്നവരാണ്. അത് ഇടതുപക്ഷം LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, അവർക്ക് എന്താ മനസ്സിലാവാത്ത ഈ കാര്യം? പ്രശാന്ത് നായർ ചെയ്തതിനേക്കാൾ എത്രയോ ഗുരുതരമായ തെറ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഈ IAS ഉദ്ദേശിച്ചിട്ടുള്ള തെറ്റായ കാര്യം എന്നുണ്ടെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്തുള്ള കാര്യം, ആ സമയത്ത് ഇരുത്തിയെന്നുള്ള കാര്യം പിന്നീട് ഒരു ആഫ്റ്റർ തോട്ടം നിലയ്ക്ക് അദ്ദേഹം പിന്നീട് പറഞ്ഞു കേട്ടത് എന്തോ ദീപാവലി ആശംസ അറിയിക്കാനുള്ള ഗ്രൂപ്പ്, ദീപാവലി ആശംസ മതാടിസ്ഥാനത്തിലാണ് അറിയിക്കേണ്ടത് മല്ലു ഹിന്ദു ഗ്രൂപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഒരു ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ സൂചനയും കൂടി ലഭിക്കുകയാണ്. ഞാൻ ശ്രീ ബൽദേവ് സച്ചിദാനന്ദനിലേക്ക് എത്താം. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഓരോ ആരോപണങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ്. ഇപ്പോൾ
കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കാര്യത്തിൽ റിപേഷ് എന്ന ഡിവൈഎഫ്ഐ മേഖലാ ഭാരവാഹിയും അധ്യാപകനുമാണ് ആദ്യം അത് പോസ്റ്റ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് അത് വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇപ്പോഴും അതിന്റെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല. പോലീസ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി 2 തവണ അന്ത്യശാസനം നൽകിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ആരോപണം ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ വലിയ വിവാദം ഉണ്ടാക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, ഓരോ മുന്നണികളും ശരിക്കും ശാസ്ത്രീയമായിട്ടോ അശാസ്ത്രീയമായിട്ടോ ശരിയായോ തെറ്റായോ ചില ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അത് ഇലക്ഷൻ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമായിട്ട് നമുക്കതിനെ കാണാം. ഈ സ്ക്രീൻഷോട്ട് വിവാദം കൊണ്ട് എന്തുണ്ടായി? അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, CPM-ലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് വലിയ രൂപത്തിൽ പരാജയപ്പെടുകയല്ലേ ചെയ്തത്? അല്ല, ഒരു നേതാവല്ലല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2019 KK ശൈലജയെ കുറിച്ചാണ് പറഞ്ഞത്. അത് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ കൂടുതൽ ക്ലീൻ ഇമേജ് ഉള്ള ഒരു നേതാവായിരുന്നു ശൈലജ ടീച്ചർ. 2019 2024 ഞങ്ങൾ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. പക്ഷെ ആ 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2020 നടന്ന ത്രിതല പഞ്ചായത്തിൽ അതിശക്തിയോടുകൂടി ഞങ്ങൾ പുറത്തേക്ക് വന്നില്ലേ? 2021 റെക്കോർഡ് ഭൂരിപക്ഷത്തുമായിട്ട് ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വന്നില്ലേ? ഇപ്പോൾ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞു ഇടതുപക്ഷ മുന്നണി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇത് 2019 നിങ്ങൾ പറഞ്ഞതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു 1-2 കാര്യം കൂടെ ഞാൻ പറയാം. മുനമ്പം വിഷയം ജസ്റ്റ് പറഞ്ഞു പോകാൻ മാത്രം. മുനമ്പം വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നത് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ശ്രീ പാണക്കാട് തങ്ങളാണ്. അദ്ദേഹം വിചാരിച്ചാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 24 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാൻ കഴിയും പാണക്കാട് തങ്ങൾ മനസ്സിരുത്തി വിചാരിച്ചാൽ. പിന്നെ തൃശ്ശൂർ പൂരക്കരയ്ക്ക് അദ്ദേഹം പറഞ്ഞു പോയി. പരിഹരിക്കേണ്ട വിഷയമല്ലേ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ? അതായത് ഇതിനകത്തുള്ള വിഷയം നമ്മൾ അതിനെക്കുറിച്ച് എഡിറ്റായിട്ട് ചർച്ച ചെയ്യാനുള്ള സമയമില്ല. കാരണം അല്ല, നിങ്ങൾ ചർച്ചയുടെ അവസാനത്തിൽ അങ്ങനെ പരാമർശം പോകരുത്. ഈ വിഷയം ഉണ്ടായപ്പോൾ ഞാൻ പറയുന്നത് കോഴിക്കോട് മുഴുവൻ മതസംഘടന യോഗം വിളിച്ചു. മുസ്ലിം മതസംഘടനയുടെ ഐക്യത്തോടെ തീരുമാനമുണ്ടാക്കി. ആ തീരുമാനം ഗവൺമെന്റിനെ അറിയിച്ചു. ഗവൺമെന്റിനോട് പറഞ്ഞു നിങ്ങൾ ചർച്ച ചെയ്യണമെന്ന്. ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറായപ്പോ മുനമ്പത്ത് വന്ന് നിങ്ങൾ വർഗീയമായി ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഇവിടുത്തെ സമര നേതാക്കളെ കണ്ടു സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിനെതിരെയാണ് നിങ്ങളുടെ ആരോപണം. അന്ന് 1950 ഇത് ഫറൂഖ് കോളേജ് കൊടുക്കുമ്പോൾ അത് കണ്ടീഷനിലായിരുന്നു. വഖഫ് എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, വഖഫ് കൊടുക്കുന്നത് ചാരിറ്റബിൾ ആക്ടിവിറ്റിക്കോ മതപരമായ ആക്ടിവിറ്റിക്കോ കൊടുക്കുന്നത് അതൊരിക്കലും തിരിച്ചെടുക്കാനോ കൊടുത്ത വ്യക്തി കഴിയില്ല. അപ്പൊ മുനമ്പ ഭൂമി എന്ന് പറയുന്നത് ഞങ്ങളുടെ വ്യക്തമായ നിലപാട് തന്നെയാണ്. നിങ്ങൾ വിഷയത്തിൽ വളച്ചൊടിക്കരുത്. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് സാദിഖലി ശബ്ദങ്ങൾ മനസ്സ് വെച്ചോ അത് മുസ്ലിം മുസ്ലിം സംഘടനകളുടെ യോഗം ചേരുകയും അതിന്മേലൊരു ചർച്ച നടത്തുകയും പിന്നീട് സഭയുമായി ലീഗ് നേതാക്കൾ ചർച്ച നടത്തുകയൊക്കെ ചെയ്ത് താങ്കൾ കണ്ടിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ പരിപൂർണമായിട്ട് അപ്പൊ പരിഹരിക്കേണ്ടത് അവരാണോ? പരിഹരിക്കേണ്ടത് സർക്കാരല്ലേ? അല്ല, ഗവൺമെന്റ് പരിഹരിച്ചാലും തീരില്ല സ്മൃതി. ഹൈക്കോടതി സ്റ്റേ കിടപ്പുണ്ട്. കാര്യം അത് സെൻട്രൽ ആക്ടാണ്, കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിരിക്കുന്ന ആക്ടാണത്. ഒരു പക്ഷേ ഹൈക്കോടതി ഇടപെട്ടാൽ സുപ്രീം കോടതിയിൽ ആർക്കും ഒരു കക്ഷിക്ക് പോയി ഇന്നാര് തന്നെ പോകണമെന്നില്ല. ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമുദായം ബന്ധപ്പെട്ട് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചാൽ അവിടെ തീരത്തില്ല. വഖഫ് ആക്ട് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പാസ്സാക്കിയിരിക്കുന്ന ആക്ടാണ്. ഇവിടെ നമുക്കറിയാം മുകേഷ് അംബാനിയുടെ വസ്തുവിനകത്ത് കേസ് നടക്കുന്നു എന്ന് പറയുന്നു, മൈക്രോസോഫ്റ്റിന്റെ നേതാവിന്റെ കേസ് നടക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ നിരവധി പേരുടെ പേരിൽ കേസ് കേസുകൾക്ക് വിധി വന്നെങ്കിൽ മാത്രമേ സംസ്ഥാന ഗവൺമെന്റ് വ്യക്തമായ തീരുമാനം എടുക്കാൻ പറ്റൂ. സുപ്രീം കോടതിക്ക് മുകളിലാണോ കേരള ഗവൺമെന്റ്? ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾ മുകളിലാണോ? സെൻട്രൽ ആക്ടിന് മുകളിലാണോ കേരള ഗവൺമെന്റ്? കേരള വഖഫ് ആക്ട് ഒരു ആക്ട് ഉണ്ടാക്കാൻ പറ്റില്ലത്. പിണറായി വിജയൻ തീരുമാനിക്കുകയാണ് നാളെ മുനമ്പ ഭൂമി വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നു. അവിടെ ഉള്ളതിനേക്കാൾ വലിയ ആശങ്ക വിതയ്ക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അതുകൊണ്ടാണല്ലോ ഗവൺമെന്റ് അതേക്കുറിച്ചൊന്നും പറഞ്ഞു കേട്ടില്ല. ഉത്തരവാദിത്തം വേറെ ചിലരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് താങ്കൾ വാചാലനായത്. അല്ല, മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് പാർട്ടി മീറ്റിംഗ് വിളിക്കുകയും ഉടൻ തന്നെ അന്വേഷണ കമ്മീഷൻ തീരുമാനിക്കുകയും അത് വളരെ വ്യക്തം 2 മാസം റിപ്പോർട്ട് നൽകാനും പറഞ്ഞിട്ടുണ്ട്. കാര്യം നേരത്തെ ഒരു ജഡ്ജിയുടെ റിപ്പോർട്ടാണ് നിലനിൽക്കുന്നത്, അത് വഖഫ് ഭൂമിയാണെന്നും പറഞ്ഞ് വ്യക്തമായിട്ട് അന്വേഷിച്ച് അഗ്നിയുടെ പാർട്ടികളുടെ റിപ്പോർട്ട് എടുത്ത് 2 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആൾ പാർട്ടി മീറ്റിംഗിൽ വെച്ചാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് നയം വ്യക്തമാണ് അക്കാര്യത്തിൽ. അപ്പോ പെട്ടിപൂട്ടാം അല്ലേ?
അത് പോലീസ് അന്വേഷിച്ച് പൂട്ടിക്കൊള്ളു. അല്ല, പെട്ടി ജനങ്ങളെ പോലീസ് പൂട്ടിയിട്ടുണ്ട് സ്മൃതി. അല്ല, കാഫിർ അത് പൂട്ടിയിട്ടുമില്ല. കാഫിർ പൂട്ടിയിട്ടില്ല, അങ്ങോട്ടേക്ക് എത്താൻ ഇല്ല, പറ്റുന്നില്ല. കാഫിർ അല്ല, അങ്ങനെ കാഫിർ പൂട്ടുന്ന പോലെ പെട്ടി പൂട്ടി വെക്കാന്ന് കരുതണ്ട. പെട്ടി Enquiry is തുറന്ന് going on. കാഫിർ തുറന്ന് കാഫിർ നടക്കും. അന്വേഷണം. കേരളം അതെ, ചർച്ച അതെ. ചെയ്യും. ഓൺ ആൻഡ് ഓൺ. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, PK നവാസ്, ഒപ്പം തന്നെ ദാമോദർ പ്രസാദ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.